14,000 കുറഞ്ഞു. 27,000 റുപ്പീസ്, 28,000 റുപ്പീസ് പ്രോഫിറ്റ്. അടുത്തത് 30,000 പ്രോഫിറ്റ്. എന്നാണ് ലാസ്റ്റ് എക്സ്പയറി ഡേ. വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം. സോ ഇന്ന് പുതിയൊരു സ്ട്രാറ്റജി നമുക്ക് പരിചയപ്പെടാം. ഇനീഷ്യലി നമ്മൾ കഴിഞ്ഞ 3 മാസത്തെ ബാക്ക് ടെസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ദെൻ ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെയുള്ള ഈ ഒരു സ്ട്രാറ്റജിയുടെ P&L നമുക്ക് ഒന്ന് ബാക്ക് ടെസ്റ്റിംഗ്, പ്രോപ്പർ ബാക്ക് ടെസ്റ്റിംഗ് നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. വീഡിയോ തുടക്കം മുതൽ തന്നെ നിങ്ങൾ മിസ് ചെയ്യാതെ ഓരോ പോയിന്റ്സും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടി വരുന്ന സ്ട്രാറ്റജിയാണ്. സോ ഇനീഷ്യലി സ്ട്രാറ്റജിയുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഹിൻസ് ആണ്, നമുക്ക് എന്തൊക്കെ ഇതിൻ്റെ യൂസ് ചെയ്യണം എന്നുള്ളത്, ഏത് രീതിയിലാണ് ഈ സ്ട്രാറ്റജി നമുക്ക് ബിൽഡപ്പ് ചെയ്യണം എന്നുള്ള കാര്യവും ഞാൻ ഹിൻസ് പറഞ്ഞു പോകും. സോ ആരും മിസ് ചെയ്യാണ്ട് വീഡിയോ കാണണം. എല്ലാ പോയിന്റ്സും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വീണ്ടും വീണ്ടും നിങ്ങൾ പരിശോധിച്ച് നോക്കുക, പരിശീലിച്ച് നോക്കുക. അതിനോടൊപ്പം തന്നെ സ്ട്രാറ്റജി ബിൽഡർ നിങ്ങളും ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഞാൻ യൂസ് ചെയ്യുന്ന മാതിരി ഒരു പ്ലാറ്റ്ഫോം നിങ്ങളും യൂസ് ചെയ്യാം. ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വേണമെങ്കിൽ ഞാനിവിടെ എൻ്റെ നമ്പറിൽ, വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ തരാം. ഫ്രീ ഓഫ് കോസ്റ്റ്. അതിന് കാശൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ ആ കമൻറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഏത് സൈറ്റിൽ പോകണം എന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിന് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൻ ഉപയോഗിക്കാം. ധന്നിൽ തന്നെ സ്ട്രാറ്റജി ബിൽഡർ ഉണ്ട്. ആ ബിൽഡേഴ്സിൽ നമുക്ക് ഈസി, ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നമുക്ക് ഈ സ്ട്രാറ്റജി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി വീഡിയോ നിങ്ങൾക്ക് ഇനി ഇത് ടെസ്റ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും 1-2 വട്ടം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കിത് എന്താ പറയുക മനസ്സിലായി എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ധൻ ഉപയോഗിക്കാം. ധന്നിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവരും നിങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, സോ സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് വന്നു. നമുക്കിവിടെ നോക്കാം. ഞാൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് സെപ്റ്റംബർ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് എക്സ്പയറി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സെപ്റ്റംബർ 9th എക്സ്പയറി. ഞാനിവിടെ കോൾ ഓപ്ഷനിൽ വേണ്ടുന്ന സ്ട്രൈക്ക് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കോൾ ഓപ്ഷനിൽ ഒരു സ്ട്രൈക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പുട്ട് ഓപ്ഷനിലും അതേമാതിരി ഒരു സ്ട്രൈക്ക് ആഡ് ചെയ്യുന്നുണ്ട്. രണ്ടും ഡിഫറെൻറ്റ് സ്ട്രൈക്സ് ആണ്. അത് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ദെൻ അഗെയിൻ സെപ്റ്റംബർ 30th പോയിട്ട് ആ സെപ്റ്റംബർ 30th എക്സ്പയറിയിൽ ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ്റെയും ഓരോ ലെഗ് ഞാൻ സെല്ല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ലോജിക് എന്ന് ചോദിച്ചാൽ, ലോജിക്ക് നിങ്ങൾ ആദ്യം ബാക്ക് ടെസ്റ്റ് റിസൾട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ലോജിക്കിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് 30 minutes നമ്മൾ നോക്കുന്നു. ലോസിൽ പോകുന്നു, അഗെയിൻ ലോസിൽ പോകുന്നു, അഗെയിൻ ലോസിൽ പോകുന്നു, അഗെയിൻ ലോസിൽ പോകുന്നു. ലോസ്, 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 പ്രോഫിറ്റ് 9,500 റുപ്പീസ് പ്രോഫിറ്റ്. ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 7.6% പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോൾ ബാക്ക് ടെസ്റ്റിംഗ് ആയതുകൊണ്ട് പ്രോഫിറ്റ് നിങ്ങൾ അത്യാവശ്യം 5,000 ആൻഡ് എബവ് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സൂക്ഷ്മതയോടുകൂടി ആ ഒരു പൊസിഷനെ നിങ്ങൾ ഫോളോ ചെയ്ത് മാക്സിമം പ്രോഫിറ്റിൽ എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് നിങ്ങൾ അതിന് ഒരു ഓപ്റ്റിമൽ ലെവൽ വന്നിട്ട് പിന്നെ അത് താഴ്പോട്ടേക്ക് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് പൊസിഷൻ എക്സിറ്റ് ചെയ്യണം, എത്ര രൂപയാണെങ്കിലും എന്ന് പറയുന്നത്. എബവ് 5,000 ഞാൻ ഈ കേസ് രണ്ടും ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. എബവ് 5,000 റുപ്പീസ് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് വീക്കിലിയിൽ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ എക്സിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വരും നിമിഷങ്ങളിൽ പിന്നെ നിങ്ങൾ അതിനെ ഫോളോ ചെയ്ത് ചിലപ്പോൾ അത് പ്രോഫിറ്റിൻ്റെ പ്രോബബിലിറ്റി കൂടാൻ സാധ്യതയുണ്ടാവും. സോ അത്തരം കേസസ് വരികയാണെങ്കിൽ നിങ്ങൾ വീണ്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു ലെവൽ എത്തുമല്ലോ. ഇപ്പോൾ 5,000 നിൽക്കുകയാണ്, അതിപ്പോൾ ഒരു 6,000 ആയാൽ അപ്പോൾ കൂടിയെന്നർത്ഥം. കൂടിയാണെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ ഫോളോ ചെയ്യുക. വീണ്ടും അത് കൂടുകയാണെങ്കിൽ 6,500 ആയാൽ അപ്പോൾ അതിന് വീണ്ടും കൂടുന്നു. ഇൻ ബിറ്റ്വീൻ 6,500 നിന്ന് പെട്ടെന്നൊരു 6,000 വന്നു, എന്നാലും നിങ്ങൾക്ക് മാനേജ് ചെയ്ത് നോക്കാം. പക്ഷെ അത് വീണ്ടും ഒരു 5,500 റേഞ്ചിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഇനിയും കൂടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. നമുക്ക് കിട്ടേണ്ടുന്നത് 5,000 തന്നെയാണ്. അപ്പോൾ അതിന് മേളിൽ എത്ര കിട്ടിയാലും നമുക്ക് നല്ലത്. സോ ബിലോ 5,000 പ്രോഫിറ്റിന് നിങ്ങൾ വിട്ടുകളയരുത് എന്ന്. കാരണം ഈ ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയൊരു ന്യൂനത എന്താ പറഞ്ഞാൽ, ഒരു മിനിറ്റ് കൊണ്ട് 5,000 6,000 ആയിരിക്കുന്ന പ്രോഫിറ്റ് ഒറ്റയടിക്ക് അത്
600 500 ലോസിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓരോ പോയിന്റും ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ഇതേമാതിരി നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ഇതിനകത്തുള്ള എല്ലാ കീ കമ്പോണൻസും കീ സ്ട്രാറ്റജീസും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഞാൻ 9/16 ആണ് എന്നാണ് സെപ്റ്റംബർ 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സെപ്റ്റംബർ 3 സെപ്റ്റംബർ 4 തന്നെ നമുക്ക് എത്ര പ്രോഫിറ്റ് വന്നു? 9,500 റുപ്പീസ്. നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 7.6% നമുക്ക് പ്രോഫിറ്റ് വന്നു. എന്നാലും നമുക്ക് ഞാൻ ഈ പറഞ്ഞ കേസ് അനുസരിച്ച് നമുക്ക് ഒന്നുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ഇപ്പോഴും പ്രോഫിറ്റ് 9,300 ആയി, പിന്നെ അത് 9,400 ആയി. അപ്പോൾ ഇൻക്രീസ്ഡ് ആണ്. വീണ്ടും 9,300 നിൽക്കുന്നത്. അത് 8,500 ആയി. വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 1/1 7,900 ആയി. വീണ്ടും 9,800 പ്രോഫിറ്റ് പോയി. 9,500 600 300 600 10,000 റുപ്പീസ്. സോ അതിനർത്ഥം എന്താണ്? നമ്മുടെ സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് മാക്സിമം ഗെയിനിലേക്ക് നമ്മൾ എത്താനും നമ്മൾ ശ്രമിക്കുക. ഞാനിവിടെ 1 മിനിറ്റ് വെച്ചിട്ടാണ് മുന്നോട്ട് നീക്കി നോക്കുന്നത്. സോ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒത്തിരി സമയം കിട്ടും. ഇത് മേളിലോട്ടാണോ താഴ്പോട്ടൊക്കെയാണോ എന്ന്. ഇപ്പം തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് പൊസിഷനിലാണ്. ഇതാ വീണ്ടും 11,000 റുപ്പീസ് 11,600 പ്രോഫിറ്റ് പോയി. 12,000 റുപ്പീസ് പ്രോഫിറ്റ് പോയി. 12,000 13,000 13,400 13,600 15,000 പ്രോഫിറ്റ്. ദെൻ അഗെയിൻ അത് 14,400. ഉറപ്പായിട്ടും 9:36 സമയമായി. ഇതൊരു രാവിലത്തെ അന്നത്തെ ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ എന്താണെങ്കിലും സംഭവിക്കാം. പേ ഓഫ് ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം. പേ ഓഫ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു അപ്സൈഡിലേക്കുള്ള ഒരു ഗ്യാപ്പ് അപ്പിൽ കാരണമാണ് ഈ ഒരു പ്രോഫിറ്റ് ലെവലിലേക്ക് നമ്മൾ വന്നത്. അതിൻ്റെ പേ ഓഫ് ഗ്രാഫ് നോക്കിയാൽ അറിയാം. നമ്മളിപ്പോൾ റെഡ് ഏരിയയിൽ നിന്ന് നമ്മൾ ഗ്രീൻ ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. അതും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗാമ എഫക്റ്റ് കൊണ്ട് കാരണമാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് വരാൻ പറ്റിയത്. നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 10 and above% നമ്മൾ ഇപ്പോൾ തന്നെ പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ട്. സോ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും ഇതിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. വി ഷുഡ് എക്സിറ്റ് ദ പ്രോഫിറ്റ്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. 14,400 ഞാൻ 14,000 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. എപ്പോഴത്തെ എക്സ്പയറിയാണ്? സെപ്റ്റംബർ 9th എക്സ്പയറി. സെപ്റ്റംബർ 9th എക്സ്പയറിയിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ സെപ്റ്റംബർ 9th നമ്മൾ 9th എക്സ്പയറിയിൽ എത്ര ബുക്ക് ചെയ്തു? 14,000. ഇനി വീണ്ടും ഞാൻ സ്ട്രാറ്റജി റീഷഫിൾ ചെയ്യുന്നു. റീലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ അടുത്തപ്പോൾ 9th എക്സ്പയറിയിലേക്ക് ഉള്ള ഇതിലാണ് നമുക്ക് പ്രോഫിറ്റ് എടുത്തു. പിന്നെ നമ്മൾ ആ വീക്ക് നമ്മൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ 10th എക്സ്പയറി വന്നു. 9:30 ടൈം. 9:30 to 9:40 മാക്സിമത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഡിപ്ലോയ്മെൻറ്റിലേക്ക് പോകണം ബിഫോർ ടെസ്റ്റിംഗ് ബൈ യുവർ സെൽഫ്. ഓക്കെ, സോ അപ്പോഴേക്കും അതിൻ്റെ എക്സ്പയറി പീരീഡ് എപ്പോഴാണ്? 16th എക്സ്പയറി. 9th എക്സ്പയറി കഴിഞ്ഞിട്ട് 16th എക്സ്പയറിലേക്ക് പോകുന്നു. അവിടെയും ഞാൻ കോൾ ഓപ്ഷനിൽ ഒരു ലെഗ് ഞാൻ ബൈ ചെയ്യുന്നു. ദെൻ കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും 2 ബൈ ആണ്, 2 ലെഗാണ്. കോൾ ഓപ്ഷൻ ബൈ, പുട്ട് ഓപ്ഷൻ ബൈ. അത് 2 ലോട്ട് വെച്ച് ഞാൻ ബൈ ചെയ്തു. ദെൻ 1 2 3 4 ദെൻ അത് കഴിഞ്ഞ് അതിൻ്റെ തള്ളി 4 എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പയറിയിൽ വന്നിട്ട് അവിടുത്തെയും ATM നിന്നും എന്താ ചെയ്യേണ്ടുന്നത്? ATM അവൈലബിൾ ആയിട്ടുള്ള സ്ട്രൈക്ക് ഇവിടെ ഇപ്പോൾ അവൈലബിലിറ്റി കുറവാണ്. സോ വീണ്ടും നമുക്ക് സെപ്റ്റംബറിൽ തന്നെ വരാം. സെപ്റ്റംബർ അവസാനത്തെ എക്സ്പയറിയിൽ ഞാൻ ഏറ്റവും നിയറസ്റ്റ് പ്രീമിയം ഉള്ളത് കോൾ സൈഡിൻ്റെയും പുട്ട് സൈഡിൻ്റെയും വില എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അടുപ്പിച്ചിട്ടുള്ള വിലയിലുള്ള 2 പ്രീമിയംസ് നമുക്ക് എന്ത് വേണം? നമുക്കിതിലേക്ക് സെല്ല് ചെയ്യാൻ ആവശ്യമുണ്ട്. അത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വില എന്ന് പറയുന്നത് ഒന്ന് 240 നിൽക്കുന്നു കോൾ ഓപ്ഷൻ, ഇനിയൊന്ന് 233 നിൽക്കുന്നു. സോ നമുക്ക് ഇത് രണ്ടിനെയും നമുക്ക് ചൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? സെല്ലിലേക്ക് വേണ്ടിയിട്ട്. ഓരോ ലെഗ് നമ്മൾ അതിൻ്റെ സെല്ല് നമ്മൾ ചെയ്തു. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും പേ ഓഫ് ഗ്രാഫ് നോക്കൂ. നിങ്ങൾ നേരത്തെ കണ്ട അതേമാതിരി പേ ഓഫ് ഗ്രാഫ് ഇവിടെ വന്നു. സോ നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് പരിശോധിച്ച് നോക്കാം. 9:40 ടൈം ആയി ഇപ്പം തന്നെ. സോ ദെൻ അഗെയിൻ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്. 600 റുപ്പീസ് പ്രോഫിറ്റിലാണ്. വീണ്ടും അത് 500 600 100 കുറഞ്ഞു. ദെൻ കുറഞ്ഞു വരുന്നുണ്ട്, ലോസിലേക്ക് നിൽക്കുന്നു. ഇതിൻ്റെ ഏറ്റവും ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ 5,000 to 6,000 റുപ്പീസ് ലോസ് വന്നാലും നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? എക്സിറ്റ് ചെയ്യണം. അതിന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ബിക്കോസ് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ
നമുക്ക് മാക്സിമം 20,000 റുപ്പീസിന് മേളിൽ ലോസിലേക്ക് പോകും എക്സ്പയറി ഡേയിലാണ്. ഓക്കെ, നോട്ട് ഓൺ ദി ഡേ. എക്സ്പയറി ഡേ അടുക്കും തോറും ലോസിൻ്റെ വ്യാപ്തി കൂടി വരും ലോസിലേക്ക് പോവുകയാണെങ്കിൽ. അതേമാതിരി പ്രോഫിറ്റ് ആണെങ്കിലും നമുക്ക് എത്രയും നേരത്തെ പ്രോഫിറ്റ് വരികയാണെങ്കിൽ അത്രയും നേരത്തെ, 1-2 ദിവസം കഴിഞ്ഞ് അന്നത്തെ ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ പ്രോഫിറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞ പോലെ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാം. അല്ല 3-ാം ദിവസം പിന്നെയും നമുക്ക് പ്രോഫിറ്റ് ഇല്ല, ലോസിൽ തന്നെയാണ്, 2000-ഓ 3000-ഓ 4000 റേഞ്ചിലൊക്കെ ലോസിലാണെങ്കിൽ പിന്നെ ഈ സ്ട്രാറ്റജി നിങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കരുത്. 100% അത് ലോസിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടും. നമുക്ക് കിട്ടിയ ലോസ് നമ്മൾ അതിനെ എന്താ പറയുക, അതിനെ 100% നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ലോസ് നമ്മൾ അതിനെ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ബിക്കോസ് ഇനിയും വരുന്ന വീഡിയോസിൽ നമുക്ക് ഇതിപ്പോൾ വീക്ക്ലി സ്ട്രാറ്റജി, ഒരു വീക്കിൽ നമുക്ക് ചെയ്യേണ്ട വീക്ക് സ്ട്രാറ്റജി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തപ്പോൾ ഞാൻ അടുത്ത എക്സ്പയറി വരെ ചുമ്മാ ഇരിക്കണോ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഉള്ളിൽ. നിങ്ങൾ വിഷമിക്കേണ്ട, അതിന് ഇൻട്രാഡേയിലും നമുക്ക് ഇതേമാതിരി ഹെഡ്ജഡ് സ്ട്രാറ്റജീസ് വേറെ വരുന്നുണ്ട്, നമുക്ക് അത് പരീക്ഷിക്കാം. അപ്പോൾ ഒന്ന് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മന്ത്ലി സ്ട്രാറ്റജീസും അവൈലബിൾ ആണ്. സോ ഡോണ്ട് വറി. ഈ സ്ട്രാറ്റജി നിങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? വീക്കിലി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ദി എക്സ്പയറി. ഇപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി എന്താ, 16th സെപ്റ്റംബറിന് അവസാനിക്കുന്ന എക്സ്പയറിയാണ്. അത് തുടങ്ങിയത് എന്താണ്, 9th സെപ്റ്റംബറിന് സ്റ്റാർട്ട് ചെയ്തു, 16th അവസാനിക്കും. അപ്പം 9th ഉച്ചയ്ക്കുള്ളിൽ മാക്സിമം 9th സെപ്റ്റംബർ എക്സ്പയറി ഡേ തുടങ്ങുന്നതിൻ്റെ അന്ന്, അതായത് ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ എക്സ്പയറി എന്നാണ് അവസാനിക്കുന്നത്, ചൊവ്വാഴ്ച അവസാനിക്കും അല്ലേ, എന്നിട്ട് ബുധനാഴ്ച ആരംഭിക്കുന്നു. ബുധനാഴ്ച രാവിലെ 9:30-ക്കും 9:40 അല്ലെങ്കിൽ 45-നുള്ളിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ എക്സിറ്റ് ചെയ്യേണ്ട രീതി മനസ്സിലാക്കിക്കോളൂ. നോട്ട് ചെയ്ത് തന്നെ പോകണം നിങ്ങൾ. നമ്മുടെ 5,000 to 6,000 മാക്സിമമേ നമ്മൾ ലോസിലേക്ക് കൊടുക്കാവൂ. അതിന് മേളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലോസ് ബ്ലൈൻഡ് ആയിട്ട് ബുക്ക് ചെയ്യണം. അതുവരെയും പോകരുത്. ഞാൻ പറയുന്നത് ഫസ്റ്റ് 3 days. ഇപ്പോൾ നമ്മൾ ബുധനാഴ്ച ആരംഭിച്ചു, ബുധൻ വ്യാഴം വെള്ളിയിനുള്ളിൽ നിങ്ങൾ പ്രോഫിറ്റിൻ്റെ ലക്ഷണമൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ട്രാറ്റജി പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുത്, എക്സിറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ടേം. ഓക്കെ, അതിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 10,000 രൂപ എന്ന് ലോസും പോകത്തില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വരുന്ന നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ വെനസ്ഡേ ആയിട്ടേ ഉള്ളൂ, 2nd അതേ ദിവസം തന്നെയാണ്, എക്സ്പയറി ഡേ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം, ഓരോ ഇതിലായിട്ട് മുന്നോട്ട് പോയി നോക്കാം. ലോസിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. സോ വെരി കെയർഫുൾ ആയിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് ഇപ്പോൾ തേഴ്സ്ഡേയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. 5,900 ആയി, 6,700 ആയി. ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ഒന്നും നോക്കരുത്. ഈ സ്ട്രാറ്റജി നിങ്ങളിവിടെ ഈ ഒരാഴ്ചത്തെ നമ്മൾ ലോസ് ബുക്ക് ചെയ്യുക തന്നെ വേണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ബുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ലാഭം വന്നേക്കാം. ദാറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. നമുക്ക് വേണ്ട എന്നുള്ള രീതി നിങ്ങൾ ഇതിനെ കാണുക. ഞാനിത് ലോസ് ബുക്ക് ചെയ്യുന്നു. ഏതാണ്, സെപ്റ്റംബർ 16th എക്സ്പയറി. എത്രയാ ലോസ്? 6,000 rupees ലോസ്. ഓക്കെ, സോ ലോസ് ബുക്ക് ചെയ്തു. നമുക്ക് വീണ്ടും ഇതേ സ്ട്രാറ്റജി ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. അപ് ടു സെപ്റ്റംബർ 16th വരെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ചുമ്മാ ജസ്റ്റ് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ എക്സിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ലോസ് കുറയുന്നുണ്ട്, ലോസ് നല്ലോണം കുറഞ്ഞു, വീണ്ടും ലോസിൽ വരുന്നു, വീണ്ടും ലോസ് കൂടിയും കുറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻഡ് ഓഫ് ദി ഇപ്പോൾ 15th ആയി. നോക്കൂ, 15th സെപ്റ്റംബർ ആയി. 15th സെപ്റ്റംബർ 11,000. ഞാൻ പറഞ്ഞു, നോക്കൂ, എക്സ്പയറി ഡേയുടെ തലേ ദിവസം ആയപ്പോഴേക്ക് ലോസിൻ്റെ വ്യാപ്തി നോക്കൂ, 11,000 rupees ലോസിലേക്ക് പോയി. അത് പിന്നെ 15th 1:30 മണിയായപ്പോൾ തന്നെ 10,000 rupees ലോസിലേക്ക് പോയി. ദെൻ വീണ്ടും മുന്നോട്ട് ലോസിലേക്ക് 15th, ദെൻ വീണ്ടും മുന്നോട്ട് പോകുന്നു, വീണ്ടും 12,000 rupees ലോസിലേക്ക് പോകുന്നു. കറക്റ്റായിട്ട് 16th സെപ്റ്റംബർ എക്സ്പയറി ഡേ വന്നു കഴിഞ്ഞു. അപ്പോഴത്തെ രാവിലെ തന്നെ ലോസ് 14,000-ൽ നിൽക്കുന്നു.
നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, 2 ദിവസം മുന്നേ എങ്കിലും നമ്മൾ ഈ സ്ട്രാറ്റജി, അതായത് വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഫ്രൈഡേക്കുള്ളിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് അറിയാൻ പറ്റും. അതിൽ കഴിയുന്നതും സെക്കൻഡ് ഡേ എൻഡോട് കൂടി തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ദിശ ലഭിക്കും. പക്ഷെ തേർഡ് ഡേ മോർണിംഗിൽ തന്നെ നിങ്ങൾ ഒരു ഡിസിഷനിലേക്ക് എത്തുക. നല്ല പ്രോഫിറ്റ് ആണെങ്കിൽ മാക്സിമം തേർഡ് ഡേ മോർണിംഗിനുള്ളിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ലോസ് ആണെങ്കിലും അതേ റേഞ്ചിനുള്ളിൽ തന്നെ നമുക്കൊരു 5,000 6,000 മാക്സിമം ലോസിനുള്ളിൽ നമുക്കിതിനെ നിലനിർത്താനും സാധിക്കും. ഇത് ഡെഫിനറ്റീവായിട്ട് നമ്മളിപ്പോൾ പേ ഓഫ് ഗ്രാഫ് പ്രകാരം മാക്സിമം ലോസ് ഇത്ര, മാക്സിമം പ്രോഫിറ്റ് ഇത്ര എന്നുള്ളത് ഒരു ഡെഫിനിഷൻ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളുടെ മാനുവൽ ഇൻ്റർവെൻഷൻ, നമ്മളുടെ കീ ഒബ്സർവേഷൻ നിങ്ങളുടെ ഈ സ്ട്രാറ്റജിയുടെ പുറത്ത് ഉണ്ടാകണം എന്ന് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇവിടെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലോസ് 4,000 to 6,000 വരെ നിങ്ങൾ മൈൻഡിൽ കണക്കാക്കുക. പക്ഷെ 4,000 ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് തിരിച്ചു വരാനൊക്കെ സാധ്യത ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് നിങ്ങൾ മറക്കാണ്ട് ഫോളോ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ആ ഒരു ആഴ്ചത്തത് മാർക്ക് ചെയ്തു. നമുക്ക് 6,000 ലോസ് നമ്മൾ ബുക്ക് ചെയ്തു. ദെൻ അടുത്ത എക്സ്പയറിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സെപ്റ്റംബർ 17 സെലക്ട് ചെയ്തു. എക്സ്പയറി എപ്പോഴാണ്? സെപ്റ്റംബർ 17 സെലക്ട് ചെയ്തപ്പോൾ ഒരു മിനിറ്റ് ടൈം മാറ്റിക്കോട്ടെ, 9:30. സെപ്റ്റംബർ 23 എക്സ്പയറിയിലേക്ക് നമ്മൾ കിടക്കുന്നു. സെപ്റ്റംബർ 23. ഞാൻ ഇതാ പറഞ്ഞത്, വീഡിയോ നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു പോകുന്ന ഇടയിലുള്ള വളരെ കീ പോയിന്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എല്ലാം അവസാനം കൊണ്ടുവന്നിട്ട് ഞാൻ 1 by 1 ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാൻ ചിലപ്പോൾ വിട്ടുപോയി എന്ന് വരും. ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് എ ലെങ്തി വീഡിയോ. പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നല്ലൊരു സ്ട്രാറ്റജിയും കൂടിയാണ്. നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻറ്റ് റവന്യൂയിലേക്കും നമുക്ക് ലിമിറ്റഡ് ലോസിലേക്ക് നിർത്തിയിട്ട് ഈ ഒരു പൊസിഷൻ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വഴിച്ച് നമുക്ക് റീസണബിൾ ട്രേഡ് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇതെന്നൊന്നും ആരും കരുതരുത്. എല്ലാ സ്ട്രാറ്റജീസിനും ഒന്നും 100% വിൻ എന്ന് പറയുന്ന സാധനം ഇല്ല മാർക്കറ്റിൽ. ഓക്കെ, സോ നിങ്ങളത് മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. എല്ലാറ്റിലും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും റിവാർഡും, റിസ്ക് എടുക്കുന്നത് അനുസരിച്ച് നമുക്ക് റിവാർഡ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ റിസ്ക് എന്ന് പറയുന്ന സമയം സംഭവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യുക? റെസ്പെക്റ്റ് ചെയ്യുക. നമ്മൾ ആ റിസ്കിനെ നമ്മൾ റിസ്ക് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക. ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. കണ്ടിന്യൂ ചെയ്യാം. സോ അടുത്തത് നമുക്ക് വീണ്ടും ഇനി ഈ പോയിന്റ് ശ്രദ്ധിക്കൂ. നമ്മൾ എന്ത് ചെയ്തു? ഏത് വീക്ക്ലി എക്സ്പയറി വന്നു? സെപ്റ്റംബർ 17 സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത എക്സ്പയറി ഡേറ്റ് വെനസ്ഡേ സെപ്റ്റംബർ 17 സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്ന ഡേറ്റ് എപ്പോഴാണ്? സെപ്റ്റംബർ 23 അവസാനിക്കുന്ന എക്സ്പയറിയിലെ ആ 9:30 സമയമാകുമ്പോൾ ATM എത്രയാണെന്ന് നോക്കുക. ATM 25,300 നിൽക്കുന്നു. ATMന്റെ പ്രൈസ് എത്രയാണ്? കോൾ ATMത്തിന്റെ പ്രൈസ് 135 രൂപ 40 പൈസ. അപ്പം ഞാൻ അതിൻ്റെ ഒരു കോള് ബൈ ചെയ്യുന്നു. ഒരു ലെഗ് അല്ല, 2 ലോട്ട് ബൈ ചെയ്യുന്നു. കോളിൻ്റെ 2 ലോട്ട് ബൈ ചെയ്യുന്നു. 135 രൂപയാണ് കോളിനെങ്കിൽ ഏതാണ്ട് അതിന് തുല്യമായിട്ടുള്ള ഒരു പുട്ട് സ്ട്രൈക്ക്, അതിപ്പോൾ ATM തന്നെ ആവണം എന്നില്ല. ഇനി കോൾ സൈഡിലും എല്ലായ്പ്പോഴും ആദ്യം കോൾ സൈഡ് ATM എടുത്തിട്ട് പിന്നെ പുട്ട് സൈഡിൽ ഏതെങ്കിലും അതിന് മാച്ചിങ് ആയിട്ട്, അങ്ങനെയും അല്ല. പുട്ട് സൈഡിലും കോൾ സൈഡിലും ഒരേപോലെ വരുന്ന പ്രീമിയം തുക, കോൾ സൈഡിൻ്റെ വില എത്രയാ, സ്ട്രൈക്കിൻ്റെ വില എത്ര, അത് ഏതാണ്ട് മാച്ചിങ് വരുന്ന ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ഓഫ് ദി എക്സ്പയറി ഡേയുടെ എക്സ്പയറി വീക്കിൻ്റെ ആദ്യത്തെ ദിവസം ബുധനാഴ്ച രാവിലെ 9:30. പ്രൊവൈഡഡ് ചൊവ്വാഴ്ച എക്സ്പയറി ആയതുകൊണ്ട് ഞാൻ ബുധനാഴ്ച പറയുന്നു. നാളെ ഒരു കാലത്ത് ഇനിയിപ്പോൾ നമുക്ക് പ്രീവിയസ്ലി വ്യാഴാഴ്ച എക്സ്പയറി ആയിരുന്നപ്പോൾ ഇത് വെള്ളിയാഴ്ച രാവിലെ എടുക്കേണ്ടുന്ന സ്ട്രാറ്റജി ആയിരുന്നു. ഇപ്പോൾ അത് ചൊവ്വാഴ്ച എക്സ്പയറി ആയതുകൊണ്ട് ബുധനാഴ്ച എടുക്കുന്നു. ബുധനാഴ്ച 9:30ക്കും മാക്സിമം 9:15 മുതൽ നിങ്ങൾ വാച്ച് ചെയ്ത് തുടങ്ങുക. 9:30 to 9:40 മാക്സിമം അതിനുള്ളിൽ ഈ സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇതിലെ കീ പോയിന്റ്. അതിൽ കോൾ സൈഡിൽ പുട്ട് സൈഡിലും രണ്ടും തുല്യമായിട്ടുള്ള തുകയ്ക്കുള്ള ഒരു പ്രീമിയം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രീമിയം എന്ന് പറയുന്നത് സാർ അതെങ്ങനെ അറിയാത്തവർക്ക് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കണ്ടോ, ഇതെന്താണ്? ഇത് ഓപ്ഷൻ ചെയിൻ ആണ്.
ഓപ്ഷൻ ചെയിൻ NSEയിൽ ഓപ്ഷൻ ചെയിൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ധൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുണ്ട്, നിങ്ങൾ സെറോദ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെറോദയിലും ഓപ്ഷൻ ചെയിൻ ഉണ്ട്, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, അങ്ങനെ ഏത് ബ്രോക്കർ എടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓപ്ഷൻ ചെയിൻ കിട്ടും. ഇനി ഓപ്ഷൻ ചെയിനിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് OA പൾസ് യൂസ് ചെയ്യാം, പക്ഷെ അത് പെയ്ഡ് വേർഷനാണ്. അത് ആവശ്യമുള്ളവർക്ക് അത് നമുക്ക് OA സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അറിയാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻ ചെയിനിൽ പോവുക, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കുക, ഓരോ സ്ട്രൈക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ പ്രൈസ് എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്നും ലെഫ്റ്റ് സൈഡ് കോൾ സൈഡിൻ്റെ പ്രീമിയം ഇപ്പോൾ 100 രൂപയാണെങ്കിൽ അതേ 100 രൂപ വിലയുള്ള പുട്ട് സൈഡിലുള്ള പ്രീമിയം ഉണ്ടോ? 100 എന്ന് വെച്ചാൽ 100 ആവാം, 200 ആവാം, 300 ആവാം, 400 ആവാം. ഇത് പല തരത്തിലുണ്ടാവും. ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ഓരോ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ പറയുന്നത്. വില ATMൻ്റെ അടുക്കലായിട്ട് ഒരു 5-10 5 സ്ട്രൈക്കിനുള്ളിൽ മേളിലും താഴെയായിട്ട് രണ്ട് സൈഡിലും പുട്ട് സൈഡിലും കോൾ സൈഡിലും ഏതാണ്ട് സാമ്യം നിൽക്കുന്ന വില ഏതുണ്ടോ ആ വില നമ്മൾ ചൂസ് ചെയ്യണം. ഇതാ നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 135ൻ്റെ ഒരു പ്രീമിയം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഞാൻ ATM തന്നെ എടുത്തു എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ അതേമാതിരി പുട്ട് സൈഡിൽ ഇന്ത മണിയിൽ ഒരു 136 രൂപയുടെ ഉണ്ട്. 135 രൂപയും 136 തമ്മിൽ വെറും 1 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് അത് പ്രോബ്ലം ഇല്ല. സോ അതുകൊണ്ട് ഞാൻ ഈ 136ൻ്റെ സ്ട്രൈക്ക് എടുക്കുന്നു. അവിടെ നമ്മൾ ഇൻ ദ മണി ആണെന്നോ ഔട്ട് ഓഫ് ദ മണി ആണെന്നോ അറ്റ് ദ മണി ആണോ നോക്കുന്നില്ല. സോ അത് ആ കാര്യം നിങ്ങൾ ഓർത്ത് കൃത്യമായിട്ട് ഡെഫിനിഷൻ ക്ലിയർ ചെയ്ത് വെക്കുക. എന്നിട്ട് എത്ര ലോട്ട് ബൈ ചെയ്യുക? 2 ലോട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് സെപ്റ്റംബർ 23 ഇപ്പം നമ്മൾ 23ൻ്റെ എക്സ്പയറിയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് 1, 2, 3 4ാമത്തെ എക്സ്പയറി ഏതാണെന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു എക്സ്പയറിയിൽ നമ്മൾ എന്ത് ചെയ്യുക? കോളും പുട്ടും അതും ഇതേമാതിരി എന്ത് ചെയ്യണം? ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ATMൻ്റെ തൊട്ടടുക്കൽ നിൽക്കുന്ന ഇപ്പോൾ കോൾ സൈഡിൽ 298 ഒരു പ്രീമിയം ഉണ്ട്. അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ സെല്ല് കൊടുക്കുന്നു. അതേമാതിരി 280 രൂപ ഒരു 18 രൂപ വേറെ ഒന്നും കാണാനില്ല. സോ അവൈലബിൾ ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇവിടെ വേറെ നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് ചെയ്തിട്ട് ഇവിടെ വേറെ സ്ട്രൈക്ക് ഉണ്ട്. 275ൻ്റെയും 280ൻ്റെയും ഉള്ള 2 സ്ട്രൈക്ക്. അപ്പോൾ വെറും 5 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അതെന്ത് ചെയ്യണം? നമ്മൾ 275ൻ്റെ കോൾ ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യുന്നു. അതേമാതിരി 280ൻ്റെ പുട്ട് ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രീമിയം വില, ആ ഒരു പർട്ടിക്കുലർ സ്ട്രൈക്കിന് നമ്മൾ കൊടുക്കേണ്ടുന്ന വിലയാണ് നമ്മൾ ഈ പ്രീമിയം എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഇതൊന്നും അറിയാത്തവർക്ക് ഞാൻ ഓപ്ഷൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റ് ഫണ്ടമെൻ്റൽസ് ബിഗിനേഴ്സിന് വേണ്ടുന്ന കോഴ്സ് വേറൊരു പ്ലേലിസ്റ്റിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ഫ്രം ദ ബിഗിനിങ്ങിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് തീരെ ഒന്നും അറിയാത്തവർക്ക് നിങ്ങൾക്ക് ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അത് നല്ല രീതിയിൽ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ചെയ്യുകയാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ മറ്റുള്ള നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അവർക്കും ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലെറ്റ്സ് കണ്ടിന്യൂ ഓർ ദിസ് വൺ. സോ ഇത് നിങ്ങൾ മനസ്സിലായി. ഈ സെല്ല് എത്ര ലോട്ടാണ് എടുക്കേണ്ടത്? നമ്മൾ ഓരോ ലോട്ടായി സെല്ല് ചെയ്യാവും. ബൈ എത്ര ചെയ്യണം? 2 ലോട്ട് വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്യണം. സെല്ല് 1 ലോട്ട് വെച്ച് ബൈ ചെയ്യണം. ടോട്ടൽ മാർജിൻ അപ്പോൾ എത്രയാണ്? നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മാർജിൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടത് മൊത്തത്തിൽ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ എത്ര തുക വരുന്നുണ്ട്? 1,29,000 ആണ് ബിൽഡർ ഈ സിമുലേറ്റർ കാണിച്ചു തരുന്നത്. ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. സം ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം ഓൺ ലൈവ് സൈഡിൽ. സോ അതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് വഴിയെ നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് ഈ സ്ട്രാറ്റജി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 30 മിനിറ്റ്സ് ലോസ്, ദെൻ വീണ്ടും 30 മിനിറ്റ്സിൽ ലോസിൽ നിൽക്കുന്നു. ദെൻ 2000 ലോസ്, 1000, 1000, 2000, 2000, 1900, 1700, 1800, 1500. നെക്സ്റ്റ് ഡേ വന്നു, വീണ്ടും 2000, 3000, വീണ്ടും 1800, 2000, 3500, 4000, 4100, then 7000. ഇനി ഇതിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? എക്സിറ്റ് ചെയ്യണം. സോ ഇതും ഞാൻ 6000ലേക്ക് തിരിച്ചു വന്നു. ഞാൻ ലോസ് ബുക്ക് ചെയ്തു. 6000 ലോസ്. സോ നോക്കൂ, അടുത്ത വീക്ക് എക്സ്പയറി വന്നു.
വീണ്ടും ഞാൻ ATMൻ്റെ നിയർ ബൈ ATM, എനിക്ക് ATMൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഉള്ളതിൽ എനിക്ക് 127 എന്നുണ്ട്, 126 പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും 2 ലെഗ് ഞാൻ ബൈ ചെയ്തു. ദെൻ ഒരു 4 എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ATMൻ്റെ നമുക്ക് ഒരു 218 ഇവിടെ ഒരു ATM ഉണ്ട്. ഇതിന് നിയർ ബൈ ആയിട്ട് വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല. 296 ഒന്നുണ്ട്. നമുക്കിത് രണ്ടും സെല്ല് ചെയ്യാം. സോ 1 സെല്ല്. സോ പേ ഓഫ് ഗ്രാഫ് നമുക്ക് നോക്കണമെങ്കിൽ പേ ഓഫ് ഗ്രാഫ് വീണ്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏതാണ്ട് ഓൾമോസ്റ്റ് ദിസ് ഈസ് ദ പേ ഓഫ് ഗ്രാഫ്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇത് വീണ്ടും നമ്മൾ ടെസ്റ്റിങ്ങിലേക്ക് പോകുന്നു. 15 മിനിറ്റ്സ് നമുക്ക് ഓരോരോ മൂമെൻറ്റ്സിൽ നോക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. എഗെയിൻ ലോസിലേക്ക് പോയി. വീണ്ടും ശ്രദ്ധിക്കുക, വീണ്ടും ലോസ്. കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. സോ ഓരോ ലെവൽസും, കാരണം ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 മിനിറ്റിൻ്റെ ഇടയിൽ തന്നെ നല്ല പ്രോഫിറ്റിൽ നിന്ന് ലോസിലേക്കും വരാം. നമ്മൾ ആ 6000 പ്രോഫിറ്റ് ലോസ് ബുക്ക് ചെയ്തു ലാസ്റ്റ് വീക്ക്. പക്ഷേ അത് ഞാൻ 30 മിനിറ്റ്സ് ഇൻ്റർവെൽ കൊടുത്തിട്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. പക്ഷേ അതേ സാധനം നമ്മൾ 1 മിനിറ്റ് വെച്ച് നോക്കിയിരുന്നെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമുക്ക് പ്രോഫിറ്റിൽ വന്നിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. ഐ എം നോട്ട് ഷുവർ. എന്നാലും നിങ്ങൾ എന്താ പറയുക, ലൈവ് മാർക്കറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലം വരില്ല. കാരണം നമുക്ക് തീർച്ചയായിട്ടും ഓരോ മിനിറ്റും കടന്നേ അതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ ആ പ്രോബ്ലം ഇവിടെ ആ ഒരു പൊസിഷനിൽ ഉദിക്കുന്നില്ല. സോ ഇവിടെ വീണ്ടും ലോസിലേക്ക് വരുന്നു. വെള്ളിയാഴ്ചയാണ് ഇന്ന്. ഈ ദിവസം എത്ര ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യണം, ബുക്ക് ചെയ്തിറങ്ങണം. ഇതാ ഇപ്പം നോക്കൂ, 10:30 ആയി. പ്രോഫിറ്റ് 9450 rupees പ്രോഫിറ്റ്. 10,000 ഞാൻ പ്രീവിയസ് കുറച്ച് മുന്നേ വന്നു കഴിഞ്ഞാൽ 10,000 rupees പ്രോഫിറ്റ്. നമുക്ക് 10,000 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഓക്കെ, സെപ്റ്റംബർ 30 നമ്മൾ എന്ത് ചെയ്തത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തെ നമുക്ക് സെപ്റ്റംബർ മാസത്തെ നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഒക്ടോബറിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നമുക്ക് ആകെ 2 ഡേയ്സ് മാത്രമേ ട്രേഡിംഗ് അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ഒക്ടോബറിലെ 2nd എക്സ്പയറി മുതലാണ് നമ്മൾ ടെസ്റ്റിംഗിലേക്ക് പോകുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഫുൾ വർക്കിംഗ് പീരിയഡ്സ് ഉണ്ടാകണം. 5 ദിവസത്തെ എക്സ്പയറി നമുക്ക് കിട്ടിയാൽ മാത്രമേ ഈ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് നമുക്ക് വർക്കാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ ഒക്ടോബർ സീരീസ്. ഫസ്റ്റ് എക്സ്പയറി ദാറ്റ് ഈസ് 8th ഒക്ടോബറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ബുധനാഴ്ച 8. കാരണം 7th കഴിഞ്ഞ എക്സ്പയറി ആകെ 2 ഡേയ്സ് മാത്രമേ വർക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഗോയിങ് ഓവർ. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു നോക്കൂ. ആദ്യം ഒക്ടോബർ 14 ഏതാ ATMൻ്റെ നിയറസ്റ്റ് കോൾ സൈഡിലെ പ്രൈസ് 117 രൂപയ്ക്ക് റണ്ണാകുന്നുണ്ട്. ഇനി ഒന്ന് 123. അപ്പോൾ നമുക്കത് രണ്ടും ചൂസ് ചെയ്യാം. കോൾ ഓപ്ഷനിൽ 117 ഒരു 2 കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. ദെൻ 123 നിയറസ്റ്റ് പ്രീമിയം വരും. നമുക്ക് എക്സാക്ട്ലി കറക്റ്റായിട്ട് ലെഫ്റ്റും റൈറ്റും കോളും പുട്ടും ഒരേ ഇതിൽ കിട്ടുന്നത് വളരെ റയറസ്റ്റ് ഒക്കേഷൻസിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിയറസ്റ്റ് ലെഗ് നമ്മൾ സെലക്ട് ചെയ്യണം, കോളിൻ്റെയും പുട്ടിൻ്റെയും. ATMനോട് അടുത്ത് നിൽക്കുന്നത്. സോ കോൾ സൈഡിലും 2 നമ്മൾ ബൈ ചെയ്തു. ഇനി എന്താ വേണ്ടത്? ഒക്ടോബർ 14, അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സ്പയറി, അതിൻ്റെ അടുത്ത എക്സ്പയറി, അതിൻ്റെ അടുത്ത എക്സ്പയറി, മൊത്തം 4 എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ട്രൈക്ക് നോക്കുക. അവിടുത്തെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഏതാണ്ട് 263 രൂപയ്ക്ക് ഒരു സ്ട്രൈക്ക് ഉണ്ട്. അതേമാതിരി 251 രൂപയ്ക്ക് ഒരു സ്ട്രൈക്ക് ഉണ്ട് കോൾ ഓപ്ഷനിലും. അപ്പോൾ അത് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം? സെല്ല് ചെയ്യാം. ഒന്ന് സെല്ല്, അടുത്തതൊന്ന് സെല്ല്. എന്നിട്ട് നമ്മൾ ഓരോ ലോട്ട് വേണം സെല്ല് ചെയ്ത്. സെല്ലിങ് ഓരോ ലോട്ട്, ബൈയിങ് ഈ 2 ലോട്ട്. സോ സെല്ലിങ് 1 ലോട്ട് കോൾ സൈഡിലും പുട്ട് സൈഡിലും ഓരോ ലോട്ട് വെച്ച് സെല്ല് ചെയ്യുക. അത് 4 വീക്സ് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി. 4 വീക്സ് കഴിഞ്ഞ എക്സ്പയറി നമ്മൾ വീക്കിലി ഏത് വീക്കിലാണോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അതിൽ നിന്ന് 4 വീക്ക് അല്ലെങ്കിൽ ആ വീക്ക് ഇൻക്ലൂഡിങ് അടുത്ത 3 വീക്കുള്ള എക്സ്പയറി. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഏതാണ് 14th ഒക്ടോബർ എക്സ്പയറിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ അപ്പോൾ 14th, അത് കഴിഞ്ഞ് 20th എക്സ്പയറി, 28th എക്സ്പയറി,
4th നവംബർ എക്സ്പയറി. അപ്പം നേരെ 4th നവംബർ എക്സ്പയറിയിൽ ATMനോട് അടുത്ത് നിൽക്കുന്ന കോൾ ഓപ്ഷൻസിലും പുട്ട് ഓപ്ഷൻസിലും പ്രീമിയമും അതേമാതിരി ഏതാണ്ട് സിമിലർ കിട്ടുന്ന പ്രീമിയം. ഇപ്പോൾ നമ്മൾ 123 രൂപ 251 രൂപ കോൾ സൈഡിൽ പ്രീമിയം ഉള്ളതും പുട്ട് സൈഡിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രീമിയം ഏതാണ് 263 രൂപ പുട്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ആ രണ്ട് സ്ട്രൈക്കിനെ നമ്മൾ എന്ത് ചെയ്തു? സെല്ല് ചെയ്തു. കറണ്ട് എക്സ്പയറി ഏതാണ്? 14th ഒക്ടോബർ. അതിലെന്ത് ചെയ്തു നമ്മൾ? അതിൽ ATMനോട് അടുത്ത് നിൽക്കുന്ന കോൾ സൈഡിൻ്റെയും പുട്ട് സൈഡിൻ്റെയും ഏതാണ്ട് ഒരേപോലെ വരുന്ന പ്രീമിയത്തിൻ്റെ 2 കോൾ ഓപ്ഷൻ 2 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. ഇതാണ് സ്ട്രാറ്റജിയുടെ ഒരു മെത്തേഡ്. ഓക്കെ, നമുക്ക് നോക്കാം. 9:30 വളരെ സാവകാശം നമുക്ക് മുന്നോട്ട് നീങ്ങി നോക്കാം. 5 മിനിറ്റ്സ് വെച്ച് മുന്നോട്ട് നീക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. ചെറിയ പ്രോഫിറ്റ് ചെറിയ ലോസിൽ അങ്ങനെ മാറി നമുക്ക് ട്രേഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ഗോയിങ് ഓൺ. 2500, 2600 പ്രോഫിറ്റ്, 4700 പ്രോഫിറ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഈ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയതിൽ നിന്ന് നമുക്ക് താഴ്പോട്ടേക്ക് വരാൻ പാടില്ല. ദ സെയിം ഡേ, അതായത് വെനസ്ഡേ തന്നെ നമുക്ക് അന്നത്തെ ദിവസം എൻട്രി ആയ ദിവസം തന്നെ നമുക്ക് 3.5% നമ്മളുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്നും പ്രോഫിറ്റ് വന്നു. ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത് 4700 മേളിൽ പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ ഹോൾഡ് ചെയ്യുക. താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ആ പ്രോഫിറ്റിനെ വിട്ടുകളയരുത്. ദാറ്റ് ഈസ് പ്രൈമറി ഇമ്പോർട്ടൻസ്. ഇവിടെ നമുക്ക് ഒരു നിശ്ചിത പ്രോഫിറ്റ് നിശ്ചിത ലോസ് എന്ന് പറയുന്ന സാധനം ഈ സ്ട്രാറ്റജിയിൽ നമുക്ക് ലഭിക്കില്ല. നമ്മളുടെ IQ യൂസ് ചെയ്യുക. കുറഞ്ഞത് 3.5% നമുക്ക് അന്നത്തെ സെയിം ഡേയിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അത് ക്ലോസ് ചെയ്യണം നിർബന്ധമില്ല. പകരം നിങ്ങൾ ഈ കിട്ടിയ പ്രോഫിറ്റിൽ നിന്നും ഇതിനെ വിടാണ്ട് ഫോളോ ചെയ്യുക. ഇപ്പോൾ നമുക്കിനി എന്താ വേണ്ടത്? ഞാൻ 5 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ മൂവ് ചെയ്ത് നോക്കിയത്. നമുക്കിനി അത് 1 മിനിറ്റ് വെച്ച് മൂവ് ചെയ്യാം, പിന്നോട്ട്. മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും 1 മിനിറ്റ് പോയപ്പോൾ അത് എത്രയായി? 5700 പ്രോഫിറ്റ് ആയി. 4.2%. ഒരു കാരണവശാലും ഇനി ഈ പ്രോഫിറ്റിനെ നമ്മൾ മിസ് ചെയ്യരുത്. അതാണ് തമ്പ് റൂൾ. ഓക്കെ, സോ അഗൈൻ 6000 പ്രോഫിറ്റ്. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 6000 പ്രോഫിറ്റ്. ഓരോ പ്രോഫിറ്റിനും മുകളിലേക്കാണെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോകാം. പക്ഷെ ഇനി ഇതിനെ താഴ്പോട്ടേക്ക് വിടരുത് എന്നുള്ളത് മാത്രമാണ്. സോ അഗൈൻ 6600 പ്രോഫിറ്റ്, അഗൈൻ 6800 പ്രോഫിറ്റ്, 7200 പ്രോഫിറ്റ്, വീണ്ടും 6700 പ്രോഫിറ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? മാന്യമായിട്ട് നമുക്ക് ഈ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് മാറി നിൽക്കുക. ബിക്കോസ് നമുക്ക് വീണ്ടും വേറെ നമ്മൾ 1 by 1 ആയിട്ട് ഇത് എന്താ ചെയ്യുക? വീക്കിലി ആണെങ്കിൽ ശരി, നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വേറൊരു സ്ട്രാറ്റജി നമുക്ക് പഠിച്ചിട്ട് ആ സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ 6700 പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ അടുത്ത എക്സ്പയറി എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 15th ആണ് 14th ആണ് എക്സ്പയറി. സോ നമ്മൾ 15th ഡേ എടുക്കുന്നു, ബുധനാഴ്ച, അടുത്ത ബുധനാഴ്ച. ഇപ്പോൾ ചൊവ്വാഴ്ച 14, 15th നമ്മൾ അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നു. എത്ര മണിക്ക്? 9:30 സമയം. 9:30. ഇത് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ പേഷ്യൻ്റോടുകൂടി 1 by 1 ആയിട്ട് നിങ്ങളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ സാവകാശം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ചെയ്ത് തരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ക്യാച്ചപ്പ് ചെയ്തോളൂ. ഓക്കെ, 20th. അപ്പോൾ ഈ എക്സ്പയറിയിൽ ആദ്യം വീക്കിലി എക്സ്പയറിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ATMിൽ നിന്നും തൊട്ട് ATMിലെ കോൾ സൈഡിൻ്റെയും പുട്ട് സൈഡിൻ്റെയും സമാനമായി നിൽക്കുന്ന പ്രീമിയം, സമാനമായി നിൽക്കുന്ന സ്ട്രൈക്കിൻ്റെ വില. അതായത് ഇപ്പോൾ നോക്കൂ, ATMിൽ 156 രൂപയാണ് കോൾ സൈഡിൻ്റെ വില, പുട്ട് സൈഡിൽ 83. അത് തീർച്ചയായിട്ടും സമാനതകളേ ഇല്ല, വളരെ വലിയ ഡിഫറൻസ് ആണ്. പക്ഷേ 156 രൂപയുടെ ATM കോൾ സൈഡ് ഉണ്ടെങ്കിൽ പുട്ട് സൈഡിൽ 154 രൂപയ്ക്ക് ഇനി ഒരു സ്ട്രൈക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് ധാരാളം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോൾ സൈഡിൻ്റെ ഈ ഒരു ATMിൽ തന്നെ നമുക്ക് എടുക്കാം. കോൾ സൈഡിൽ 156 രൂപയ്ക്ക് എത്ര ലോട്ട്? 2 ലോട്ട്. എന്നിട്ട് അതേ വീക്കിൻ്റെ തന്നെ പുട്ട് സൈഡിൽ പോയിട്ട് 154ൻ്റെ എത്ര 25,400 എന്ന് പറയുന്ന സ്ട്രൈക്കിൽ എത്ര വില? 156 ആണെങ്കിൽ കോൾ സൈഡ് ഇതിൻ്റെ വില 154. അപ്പോൾ ഓൾമോസ്റ്റ് വെറും 2 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. അത് പ്രോബ്ലം ഇല്ല. അപ്പോൾ നമ്മൾ അതിലും
പുട്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ലോട്ട് ബൈ ചെയ്യുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, ഒക്ടോബർ 20th എക്സ്പയറി ആണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്ന് അതിനെ ഉൾപ്പെടെ കൗണ്ട് ചെയ്യുക. 1, 2, 3, 4 മീൻസ് 11th നവംബർ എക്സ്പയറി ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ കോൾ സൈഡും പുട്ട് സൈഡും നോക്കുക. ഓപ്ഷൻ ചെയിനിലൂടെ വേണം നിങ്ങളിത് നോക്കി മനസ്സിലാക്കാൻ. അതിൻ്റെ കോൾ സൈഡും പുട്ട് സൈഡും നോക്കിയിട്ട് ഓൾമോസ്റ്റ് ഈക്വൽ വരുന്ന സ്ട്രൈക്സ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, ഇതിലിപ്പോൾ 300 നമുക്കിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 340, 250, 220ക്ക് നോക്കൂ, ഒരു സ്ട്രൈക്ക് ഉണ്ട് കോൾ സൈഡിൽ. നോക്കൂ 220. അത് ഇൻ ദ മണിയാണോ ഔട്ട് ഓഫ് ദ മണിയാണോ എന്നൊന്നും നോക്കണ്ട. നമ്മൾ സ്ട്രൈക്കിൻ്റെ പ്രീമിയത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലെഫ്റ്റ് സൈഡ് കോൾ സൈഡിൻ്റെ വില 220 രൂപയ്ക്ക് ഒരു സ്ട്രൈക്ക് ഉണ്ട്. നമ്മൾ അതിനെ സെൻഡ് ചെയ്യുന്നു ഒരു ലോട്ട്. എന്നിട്ട് പുട്ട് സൈഡിൽ 214 രൂപ, ഒരു 6 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ പുട്ട് സൈഡിൽ ഇനിയൊരു സെല്ല് ചെയ്യുന്നു. ഏത് സ്ട്രൈക്ക് എടുക്കണം, ഏത് എക്സ്പയറി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കണം. എന്നിട്ട് അപ്പോൾ അത് എത്ര ലോട്ടാണ്, 1 ലോട്ട് സെല്ല്. കോൾ സൈഡ് 1 ലോട്ട് സെല്ല്, പുട്ട് സൈഡ് 1 ലോട്ട് സെല്ല്. ആവർത്തിച്ച് ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് മനസ്സിലാകണം എന്ന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ കാട്ടിക്കൂട്ടി ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകാതെ എനിക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണമെന്ന് കരുതിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ശ്രദ്ധയോടുകൂടി നിങ്ങൾക്കിത് മനസ്സിലാക്കി നിങ്ങൾക്കിത് പ്രയോജനപ്രദമാകട്ടെ എന്നുള്ള സിൻസിയർ ആയിട്ടുള്ള വിഷ് കൊണ്ടിട്ടാണ് ഞാനിത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. 9:30ക്ക് നമുക്ക് 5 മിനിറ്റ്സ് മുന്നോട്ട് പോയി നോക്കാം. 5 മിനിറ്റ്സിൽ ഇപ്പോൾ ലോസിൽ നിൽക്കുന്നു. ലോസ് കുറഞ്ഞു. 200 റുപ്പീസ് ലോസ്, 400 റുപ്പീസ് ലോസ്, 800 റുപ്പീസ് ലോസ്, 450 റുപ്പീസ് ലോസ്, 600 ലോസ്, 900 ലോസ്, 1400, 1300 ലോസ്, 1500, 1200, 800, 1400, 900, 765, 960. സെയിം ഡേ ആണെന്ന് ഓർക്കണം. ബുധനാഴ്ച തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. 1300, 1000, 1100, 1200, 300 രൂപ വീണ്ടും കുറഞ്ഞു. വീണ്ടും അത് 1000 കണ്ടോ. ഒരു 5 മിനിറ്റ് മാറുമ്പോൾ തന്നെ ഡിഫറൻസ് നോക്കൂ. പ്ലസും മൈനസിലേക്ക് മാറി വരുന്ന ഡിഫറൻസ് നോക്കൂ. 300, 1000 റേഞ്ചിലേക്കൊക്കെ മാറുന്നത്. സോ അതാണ് ഈ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ഒരു ന്യൂനത എന്ന് പറയുന്നത്. പോസിറ്റിവിറ്റി അല്ല. നമ്മൾ ഹൈ പ്രോഫിറ്റിൽ നിന്നാലും 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ട് അത് ഒറ്റയടിക്ക് അത് തിരിച്ച് ലോസിലേക്കും വരാം. ലോസിൽ നിൽക്കുന്നത് ഒറ്റയടിക്ക് പ്രോഫിറ്റിലേക്ക് വരാം. പ്രൊവൈഡഡ് ബുധൻ, വ്യാഴൻ, വെള്ളി 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതിനൊരു തീരുമാനമാക്കിയേക്കണം. അതിന് മേളിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ റൂൾ. ഓക്കെ, സോ വീണ്ടും 1200, വീണ്ടും 800 ലോസ്, വീണ്ടും 1300, 1300, 400, 1300, 1700, 5 മിനിറ്റ്. ഇപ്പോഴും നമ്മൾ ബുധനാഴ്ച തന്നെ നിൽക്കുന്നു. 12 മണി ആയിട്ടേ ഉള്ളൂ. 12 മണിക്ക് ആ ഒരു ദിവസത്തെ അവസാനം വരെ ഞാനിങ്ങനെ മുന്നോട്ട് പോകാം. നമുക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് തരുന്നത് നമുക്ക് നോക്കാം. വീണ്ടും ഇപ്പോൾ ആ ഒരു റേഞ്ച് 1000, 500, 1500, 500 ഇടയ്ക്കുള്ള ഇപ്പോൾ വീണ്ടും അതേ ദിവസം 1 മണിയായപ്പോൾ വീണ്ടും 120 രൂപ പ്രോഫിറ്റിലേക്ക് വന്നു. വീണ്ടും ലോസിലേക്ക് പോയി. വീണ്ടും 1000 രൂപ. കണ്ടോ, ഒരു വളരെ ഷോർട്ട് പീരിയഡിൽ തന്നെ പ്രോഫിറ്റിനും ലോസിനും ഇടയിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. സോ വീണ്ടും അത് 2000ലേക്ക് പോകുന്നുണ്ട്. നോക്കാം, ലെറ്റ് സി നമുക്ക് ഏതുവരെയാണ് നമ്മുടെ ടാർഗറ്റ് അറിയാലോ. 5000 or 6000 റേഞ്ചിൽ എത്തുകയാണെങ്കിൽ ഈ പീരീഡിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ എത്തുകയാണെങ്കിൽ ഒന്നും നോക്കരുത്. ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. ഇപ്പോൾ ലോസ് തന്നെയാണ് കൂടി നിൽക്കുന്നത്. 1900, 1300. ഇപ്പോഴും ബുധനാഴ്ച അവസാനിക്കാൻ പോവാണ്. സെക്കൻഡ് ഡേ വ്യാഴാഴ്ച രാവിലെ എത്രയാണ്, 270. വീണ്ടും അതേ ലെവലിൽ തന്നെ 400 രൂപ പ്രോഫിറ്റ് നിൽക്കുന്നു. 200 രൂപ പ്രോഫിറ്റ്, 700 രൂപ പ്രോഫിറ്റ്, 600 രൂപ ലോസ്, 300 രൂപ പ്രോഫിറ്റ്, 400 രൂപ പ്രോഫിറ്റ്, 1200 രൂപ പ്രോഫിറ്റ്. വീണ്ടും 1200 നിന്നും 5 മിനിറ്റ് കൊണ്ട് 177 രൂപ ലോസിലേക്ക് വന്നു കേട്ടോ. വീണ്ടും അത് 720 രൂപ പ്രോഫിറ്റിലേക്ക് പോയി. സോ ഈ വീക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, വളരെ ചോപ്പി ആയിട്ടുള്ള മാർക്കറ്റ് ആണെന്ന് അർത്ഥം. മാർക്കറ്റ് അത്ര കണ്ട് ഗുണം തരുന്നില്ല എന്നർത്ഥം. എന്നാലും നമുക്ക് നോക്കാം, കാരണം നമ്മൾ വളരെ സ്ലോലിയാണ് മുന്നോട്ട് പോകുന്നത്. സെക്കൻഡ് ഡേ ആയിട്ടേ ഉള്ളൂ, അത് മോർണിംഗ് ടൈം ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഇനിയും സമയമുണ്ട്, ധൈര്യമായിട്ട് നമുക്ക്
ഹോൾഡ് ചെയ്യാം. അങ്ങനെ പെട്ടെന്നൊന്നും നമ്മളെ അങ്ങ് എന്താ പറയുക വലിയ ഡീപ്പായിട്ടുള്ള ഒരു ലോസിലേക്കൊന്നും കൊണ്ടുപോകത്തില്ല. ഈ ഒരു വേരിയേഷൻസേ ഉണ്ടാവത്തുള്ളൂ. സോ ഇപ്പോൾ 1000 രൂപ പ്രോഫിറ്റ് നിൽക്കുന്നു, 700 രൂപ പ്രോഫിറ്റ്, 1600 പ്രോഫിറ്റ്, 1000, 1200, 400, 800, 400, 900, 800 ഇങ്ങനെ മുന്നോട്ട് വീണ്ടും ആ ലോസിലേക്ക് പോയി. സോ വീണ്ടും പ്രോഫിറ്റിൽ, വീണ്ടും ലോസ്, വീണ്ടും പ്രോഫിറ്റ്. പക്ഷെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1100 പ്രോഫിറ്റ്, 1700, 2500 പ്രോഫിറ്റ്. നമ്മളപ്പോൾ ഏതാണ്ട് നമ്മുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 3 ദിവസം, വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ചയിലേക്ക് പോകാൻ തന്നെ വിടാൻ പാടില്ല. ഇപ്പം തന്നെ നമുക്ക് 2% നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 2% ഇതിപ്പോൾ പ്രോഫിറ്റ് തന്നിരിക്കുകയാണ്. നോക്കാം നമുക്ക്. 2500, 2200 ആയിട്ട് കുറഞ്ഞു, 3600 ആയിട്ട് വീണ്ടും കൂടിയിട്ടുണ്ട്, 2.7% ഇപ്പോൾ പ്രോഫിറ്റ് വന്നു, 4200. നമ്മുടെ ടാർഗറ്റിലേക്ക് അടുത്ത് നിൽക്കുന്നു. ടാർഗറ്റ് എന്നൊരു സാധനം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കൺവിക്ഷൻ ആണ് ടാർഗറ്റ്, നമ്മുടെ റേഞ്ച്. വീണ്ടും അത് എന്താ പറയുക 3800 ആയിട്ട് കുറഞ്ഞു, വീണ്ടും 5355. അത് എപ്പോഴാണ്? 12 മണിക്കാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഓരോ മിനിറ്റ് വെച്ച് നിങ്ങൾ ഇതിനെ മുന്നോട്ട് ശ്രദ്ധിച്ച് പോവുക. 5000 കിട്ടിക്കഴിഞ്ഞു, നമ്മൾ അപ്പം തന്നെ ബുക്ക് ചെയ്യണം. കാരണം ഈ ഒരു മാർക്കറ്റ് നല്ല പ്രോഫിറ്റ് വരേണ്ട സമയം ഇപ്പം തന്നെ കഴിഞ്ഞു. ഒന്നുകിൽ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വരേണ്ട സമയം കഴിഞ്ഞു. സോ നമ്മൾക്ക് 5000 താഴെ വരുന്ന ഒരു സാഹചര്യം വന്നാൽ നോക്കൂ, എപ്പോഴാണ് 5000 കിട്ടിയത് നമുക്ക് കൃത്യമായിട്ട് നമുക്കൊന്ന് ബാക്കിലേക്ക് പോകാം. നോക്കൂ, 5300 കിട്ടിയത് നമുക്ക് വ്യാഴാഴ്ച 1 മണി സമയത്ത് 12:56 ആയപ്പോഴേക്കും 1 മണി സമയമായപ്പോഴേക്കും 5300 കിട്ടി. നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന്റെ 4% നമുക്ക് പ്രോഫിറ്റ് വന്നു. ബെറ്റർ നമുക്ക് ഈ ഒരു ചോപ്പിനെസ് നമുക്ക് ഇത് റിയൽ എൻവിറോൺമെന്റ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ട്രേഡിൽ. കാരണം ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് ഡേറ്റ അല്ല. എക്സാക്ട്ലി അന്നേ ദിവസം ഒക്ടോബർ 16, 2025 12:56 ലൈവ് മാർക്കറ്റിൽ എന്താണോ സംഭവിച്ചിരിക്കുന്നത് സെയിം ഡേറ്റയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വൈകാരികതയോടുകൂടി വേണം നിങ്ങളിത് കാണുവാനും പഠിക്കുവാനും. ആ സമയം നമ്മൾ എക്സാക്ട്ലി ഈ ഒരു ട്രേഡിലാണ് എന്നുള്ള ഒരു ഫീൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ ഈ നമ്മുടെ കാൽക്കുലേഷൻ 5000 എബോ വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് വളരെ ചോപ്പി. നമ്മൾ കണ്ടു ആദ്യത്തെ ദിവസം ഈ 2ാം ദിവസം ഉച്ച വരെ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത് വരെയും വളരെ മാർക്കറ്റ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ചെറിയ പ്രോഫിറ്റ്, ചെറിയ ലോസ്, 1000, 2000 ലോസ്, 2000 പ്രോഫിറ്റ്, അല്ലെങ്കിൽ 1500 ലോസ്, 1500 പ്രോഫിറ്റ്. ഇങ്ങനെ നിന്നിടത്താണ് ഒറ്റയടിക്ക് നമ്മളൊരു 5000 റുപ്പീസ് പ്രോഫിറ്റിലേക്ക് വന്നത്. മേ ബി ഹൈ എക്സ്പേർട്ട് ആയിട്ടുള്ള ടെക്നിക്കലി വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എവിടെ പോവുക? ചാർട്ടിലേക്ക് പോയിട്ട് ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് കൺവിക്ഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു റാലി മാർക്കറ്റാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന പൊസിഷൻ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേ ഓഫ് ഗ്രാഫ് നോക്കുക. പേ ഓഫ് ഗ്രാഫിൽ ഇപ്പോൾ ഫേവറബിൾ പൊസിഷൻ ബുള്ളിഷ് സൈഡിലേക്ക് ഫേവറബിൾ പൊസിഷനിൽ നിൽക്കുകയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പേ ഓഫ് ഗ്രാഫ് നോക്കൂ, പ്രൈസ് മുകളിലേക്ക് പോകുന്നു. പക്ഷെ എന്നാലോ നമ്മളൊരു കട്ട് ഓഫ് റേഞ്ചിനുള്ളിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണേലും ഇതുകൊണ്ടാണ് ഈ ഒരു റെഡ് സോൺ കണ്ടില്ലേ, ഈ ഒരു റെഡ് സോണിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കൊടുക്കുകയാണ്, എന്നിട്ട് പോലും നമ്മുടെ ഈ സ്ട്രാറ്റജി നമുക്ക് പ്രോഫിറ്റ് തരുന്നുണ്ട്. പക്ഷെ ആ പ്രോഫിറ്റിന്റെ ലെവല് കുറച്ച് പോയി എന്നുള്ള ധാരണ നിങ്ങൾക്ക് പാടില്ല. 5000 എബോ എന്ന് പറയുന്നത് റീസണബിളി നമ്മൾ സ്ട്രാറ്റജി ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ഡേയിൽ തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ഇപ്പോഴും 1.39 lakhs ആണ് മാക്സിമം റിക്വയർഡ് ക്യാപിറ്റലായിട്ട് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 5000 റുപ്പീസ് കുറവാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് വീട്ടിലൊക്കെ ഇരുന്ന് നിങ്ങൾ ഒരു വർക്കിംഗ് വുമൺ അല്ലാതെ ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇതൊന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആകെ ഒരു 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇത് ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം 5000 രൂപ. അതിന് തൊട്ട് മുന്നേ നമ്മൾ ബുക്ക് ചെയ്ത് എത്രയാണ്? കഴിഞ്ഞ വീക്കിൽ ബുക്ക് ചെയ്തത് എത്രയാണ്? നമ്മൾ 6700 ബുക്ക് ചെയ്തു. ഈ ആഴ്ച 5000 റുപ്പീസ് ആൻഡ് എബോ. നമുക്ക് ഈവൻ നമ്മുടെ ചാർജസ് എല്ലാം വേണ്ടുന്ന പൈസ എല്ലാം 5353 ആണുള്ളത്. അപ്പോൾ ആ 300 പോയാലും 5000 നെറ്റ് പ്രോഫിറ്റ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ബെറ്റർ എന്ത് ചെയ്യാം? ഈ ഒരു പൊസിഷൻ ഇവിടെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ കണ്ടിന്യൂ ചെയ്ത് നോക്കാം ഇനി എത്രത്തോളം വരും എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു പൊസിഷൻ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു 5300.
എന്നിട്ട് നമുക്കിതിനെ ഇനി ധൈര്യമായിട്ട് നമ്മൾ ബുക്ക് ചെയ്തു എന്നുള്ള ഒരു ഫീലിലിരിക്കുക. നമ്മളെ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞു. എന്നിട്ട് നമുക്കിതിന് ഇനി മുന്നോട്ട് പോയി നോക്കാമല്ലോ, ടെസ്റ്റ് ചെയ്ത് നോക്കാം, കുറച്ച് ഫാസ്റ്റായിട്ട് പോയി നോക്കാം എന്താ സംഭവിക്കുക. നമുക്ക് അപ്പോഴും 5,000, ഞാൻ 30 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ ഫാസ്റ്റായി പോവാം. വീണ്ടും 5,800 പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 8,000 റുപ്പീസ് പ്രോഫിറ്റ് വന്നു. 10,000 റുപ്പീസ് പ്രോഫിറ്റ് വന്നു. 7,000 ഒറ്റയടിക്ക് 10,000 വീണ്ടും 7,000ലേക്ക് കുറഞ്ഞു. വീണ്ടും 7,000ലേക്ക് കുറഞ്ഞു. വീണ്ടും 12,000ലേക്ക് പ്രോഫിറ്റ് പോയി. അതിൻ്റെ അടുത്ത ദിവസം എത്രയാ, 17th വെള്ളിയാഴ്ച ആയപ്പോഴേക്കും അത് 12,000 രൂപ ലാഭം തന്നു. അടുത്തത് എത്രയാ, 14,000 രൂപ ലാഭം തന്നു. വെള്ളിയാഴ്ച ദിവസം 21,000 രൂപ പ്രോഫിറ്റ്. വീണ്ടും മുന്നോട്ട് പോയി 22, പിന്നെ 22 അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും അത് 21,000 രൂപയായിട്ട് കുറഞ്ഞു. വീണ്ടും അത് 11. നോക്കൂ, ഇതാണ് ഇതിന്റെ പ്രശ്നം. ഒരു അരമണിക്കൂർ പീരീഡിൽ 22,000 രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഒറ്റയടിക്ക് 11, നേരെ 50% കുറയുവാണ്. സോ ഇത് നമ്മൾ ഇതിൽ ഇപ്പോൾ ഫേവറബിൾ പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കിത് ആഹാ കൊള്ളാൻ തോന്നും. പക്ഷെ റിയൽ ടൈമിൽ നമ്മൾ അങ്ങനെ നമുക്കത് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും ആ ഒരു നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റലിൽ നിന്നും അത്യാവശ്യം റീസണബിൾ പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് സെക്കൻഡ് ഡേയിലൊക്കെ ഇതേമാതിരി 10,000 to 11,000 ഒക്കെ ഒറ്റയടിക്ക് കയറി വരുന്ന സാഹചര്യം ഉണ്ടാവും പ്രോഫിറ്റ് സൈഡ്. ആ സാഹചര്യത്തിൽ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പ്രൈസിന് നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റേ ചെയ്ത് ട്രെയിൽ ചെയ്ത് അതിന് മാക്സിമം പ്രോഫിറ്റിൽ കിട്ടാൻ നമുക്ക് ശ്രമിക്കണം. ഓക്കെ, എനിവേ നമുക്ക് വീണ്ടും മൂവ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഡേ ഫ്രൈഡേയിൽ തന്നെ ഇപ്പോൾ എത്രയില്ല, വീണ്ടും പ്രോഫിറ്റ് കുറഞ്ഞു, 9,000 റുപ്പീസ് ആയിട്ട് കുറഞ്ഞു. ജസ്റ്റ് മുന്നോട്ട് പോയി നോക്കാം. വീണ്ടും 13,000 റുപ്പീസ് പ്രോഫിറ്റ് വന്നു. 19,000 വന്നു. 14,000ലേക്ക് കുറഞ്ഞു. 27,000 റുപ്പീസ് എത്രയാ, തിങ്കളാഴ്ച ആയപ്പോഴേക്ക് അത് 27,000 റുപ്പീസ് പ്രോഫിറ്റ്. അത് കഴിഞ്ഞിട്ട് 24,000ലേക്ക് വന്നു. 28,000 റുപ്പീസ് പ്രോഫിറ്റ്. അടുത്തത് 30,000 പ്രോഫിറ്റ്. എന്നാണ് ലാസ്റ്റ് എക്സ്പയറി ഡേറ്റ് അന്ന് 10:30 മണി ആയപ്പോഴേക്കും, ഓൾമോസ്റ്റ് 11 മണി, 10:58, ഞാനതിന് കറക്റ്റായിട്ട് 11 മണിയാക്കാം. 11 മണി ആയപ്പോഴേക്കും കൃത്യമായിട്ട് 32,000 രൂപ പ്രോഫിറ്റ്. ഞാൻ 2 hours മുന്നോട്ട് നീക്കി. അതായത് 1 മണിക്ക് എത്രയാ പ്രോഫിറ്റ്, 33,000 രൂപ പ്രോഫിറ്റ്. 3 മണിയായപ്പോൾ 24,000 രൂപ പ്രോഫിറ്റ്. 3 മണിയൊക്കെ ആകുമ്പോഴേക്കും എക്സ്പയറി അറിയാലോ, എന്നാലും നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. 3:15 വരെ പോകാം. അപ്പോൾ 26,000 പ്രോഫിറ്റ്. ബട്ട് ആ പ്രോഫിറ്റ് അത് ദാറ്റ് ഡിപ്പെൻസ്. അതിന് ഞാൻ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കൊണ്ടെത്തിക്കണം, പ്രോഫിറ്റ് എടുക്കണം എന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇത് ഒന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല. ഇത് വെറും നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നമ്മളൊരു ഒരു ഹെഡ്ജിങ് സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രോഫിറ്റബിൾ പൊസിഷനിലേക്ക് കൊണ്ടെത്താനുള്ള ശ്രമം നടത്താമെന്നുള്ള ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റായിട്ട് മാത്രമേ നിങ്ങളിതിനെ കാണാവൂ. ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ ഒരിക്കലും ഒരു റെക്കമെൻഡർ അല്ല, ഒരു അഡ്വൈസും അല്ല ഞാൻ ഈ തരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത എക്സ്പയറിയിലേക്ക് നോക്കാം. സോ നമുക്ക് ഈ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്തു. സോ നെക്സ്റ്റ് എക്സ്പയറി എപ്പോഴാണ്, 23rd ആരംഭിച്ചിട്ട് ഒക്ടോബർ 28 അവസാനിക്കുന്ന എക്സ്പയറിയിലേക്ക് കടക്കുന്നു. സമയം 9:30. 28th എക്സ്പയറി. എന്താ വേണ്ടത്, ATMന്റെ പറയൂ. ATMന്റെ എന്താ വേണ്ടത്, ATM തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. കോൾ സൈഡിൽ നിയർ ബൈ തൊട്ടടുത്ത് നിൽക്കുന്നതിൽ ഏതാ, 120, 147 ഉണ്ട്, 177, then 200 and something, 248, 211, 221, 47, 211, 220. ഓക്കെ, ഇവിടെ നോക്കൂ, 248-ന് ഒരു എന്താ പറയുക, ഒരു കോൾ സൈഡും ഉണ്ട്. 257-ന് ഒരു പുട്ട് സൈഡും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓരോന്ന് 2 ലോട്ട് ഇതാണ് ലോജിക് യൂസ് ചെയ്യേണ്ടുന്ന പൊസിഷൻ വരുന്നത്. 2 ലോട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. ആദ്യം ബൈ എക്സിക്യൂട്ട് ചെയ്യുക, എന്നിട്ട് മാത്രമേ നമ്മൾ സെൽ പൊസിഷനിലേക്ക് പോകാവൂ. എന്നാൽ മാത്രമേ നമുക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം ബൈ പൊസിഷനിലേക്ക് പോകാം. ഇനി അടുത്ത് എന്താ വേണ്ടത്, നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടുന്നത് ഇവിടെ നിന്ന് അതേ എക്സ്പയറി ഉൾപ്പെടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 1, 2, 3, 4. 4th എക്സ്പയറി നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതായത് 18th നവംബർ എക്സ്പയറി ക്ലിക്ക് ചെയ്യുക. 18th നവംബർ എക്സ്പയറിയിൽ അതേ ടൈമിൽ തന്നെ ഈ 9:30 തന്നെ അവിടെ അപ്പോഴും ATM ഒന്നും തന്നെയല്ല. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഈ ഒരു അത്യാവശ്യം നിയർ ബൈ ആയിട്ടുള്ള രണ്ടും ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെടുക്കാം, 271-ന് ഒരു സ്ട്രൈക്ക് ഉണ്ട് കോൾ സൈഡിൽ. പുട്ട് സൈഡിൽ 269 ഉണ്ട്. നോക്കൂ,
269 71 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ ചെറിയ വ്യത്യാസം. അപ്പോൾ ആ രണ്ട് ലെഗിനെ നമ്മൾ എന്ത് ചെയ്യുക, സെല് ചെയ്യുക. കോൾ സൈഡും സെല് ചെയ്യുക, പുട്ട് സൈഡും നമ്മൾ സെല് ചെയ്യുക. ഗ്രാഫ് നോക്കൂ, ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ഇത് ഈ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഇത് ഈ ഒരു ബാറ്റിന്റെ രൂപം പോലെയൊക്കെ കാണും അല്ലേ. ഇതെന്ന് പറയുന്നത് ഈ ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെന്ന് പറയുന്നത് എക്സ്പയറി പീരീഡ്സിൽ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ ആക്ച്വലി ഇവിടെ ഒരു ഡോട്ടഡ് ബ്ലൂ ലൈൻ പോകുന്നത് കണ്ടോ, അതാണ് എക്സാക്ട്ലി നിങ്ങൾ വാച്ച് ചെയ്യേണ്ടുന്ന നിങ്ങളുടെ എന്താ പറയുക പേ ഓഫ് ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈൻ സൂചിപ്പിക്കുന്നത് എക്സ്പയറി ഡേയുടെ അന്ന് മാർക്കറ്റ് എവിടെ പൊസിഷനിൽ വന്ന ഈ ഒരു പൊസിഷനിലാണെങ്കിൽ അവിടെ നമുക്ക് ലാഭം എന്നുള്ളതാണ്. അപ്പം പക്ഷെ ഇവിടുത്തെ ഇപ്പം മാക്സിമം ലോസ് നോക്കൂ, ഇവിടെ ഇപ്പം നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നെ അത് തന്നേക്കുന്നു. മാക്സിമം ലോസ് 9600 ഡെഫിനിഷൻ ഉണ്ട്. ദെൻ മാക്സിമം പ്രോഫിറ്റ് 46,000 എന്നും കാണിക്കുന്നു. ഓക്കെ, നമുക്ക് സ്ട്രാറ്റജി ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. പക്ഷേ അതിന് കാരണമുണ്ട്. കാരണം ഇവിടെ നമ്മൾ സെല്ലിംഗ് 2 ലെഗാണ് കാണിക്കുന്നത്, നമ്മൾ അതിനെ ഓരോ ലെഗായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നോക്കൂ, മാക്സിമം ലോസ് 12,000, മാക്സിമം പ്രോഫിറ്റ് അൺഡിഫൈൻഡ്. ഇപ്പോൾ ഇത് മാറി കണ്ടോ, പേ ഓഫ് ഗ്രാഫ് അങ്ങനെ കാണുന്നു. ലെറ്റ്സ് ബിഗിൻ. വളരെ സ്ലോലി പോകുന്നതാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാണും. വീണ്ടും 5 മിനിറ്റ്സ് പോകുന്നു, പ്രോഫിറ്റിലാണ്, ലോസിലാണ്. 5 മിനിറ്റ്സ് മുന്നോട്ട് പോകുന്നു. ഞാൻ നമ്മുടെ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് പൊസിഷൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ആ സമയത്ത് നമുക്കിത് ശ്രദ്ധിക്കാം. കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുക. 1 by 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ബിക്കോസ് ഞാൻ ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി, വളരെയധികം സക്സസ്ഫുൾ റേഷ്യോ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. സേഫർ സൈഡിൽ വേണം നമ്മൾ ഓപ്ഷൻസ് ചെയ്യുമ്പോൾ. ചെയ്യരുത് എന്ന് പറയുന്നതിന് കാരണമുണ്ട്. 99% ഓഫ് ഓപ്ഷൻ സെൽ ബയേഴ്സ് ലൂസേഴ്സ് ആവുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഹെഡ്ജ്ഡ് പൊസിഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ലിമിറ്റഡ് റിസ്ക്, നമ്മളിപ്പോൾ SL വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പകരം നമ്മളൊരു ഹെഡ്ജ്ഡ് പൊസിഷൻസിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ SL വെക്കാണ്ട് തന്നെ നമ്മുടെ മാക്സിമം ലോസ് എത്രയാണെന്നൊക്കെ അത് ഡിഫൈൻ ചെയ്ത് നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് 12,000 rupees ഓൾറെഡി ഇതിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് മാറിയും വരാൻ സാധ്യത. ഇപ്പോൾ അത് 11,000 ആയിട്ട് കാണിക്കുന്നു മാക്സിമം ലോസ്, ഇപ്പോൾ 12,000 റേഞ്ചിൽ കാണുന്നു. നമ്മൾ ഇപ്പോഴും 23rd ഒക്ടോബറിൽ തന്നെ സെയിം ഡേയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് നമുക്ക് 1,800 രൂപ ലോസ് കാണിക്കുന്നുണ്ട്, 2,000 രൂപ വരെ ലോസിലേക്ക് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും കുറയുന്നു, കൂടുന്നു, ഈ ഒരു റേഞ്ചിൽ നിൽക്കും. ഇതൊന്നും നമുക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആ ഒരു റേഞ്ച് അങ്ങനെ വീണ്ടും പ്രോഫിറ്റിലേക്ക് ലൈറ്റായിട്ട് വന്നു, വീണ്ടും ലോസിലേക്ക് വരുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ഡേ വന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് 1 മിനിറ്റ് നോക്കാം. ഓക്കെ, ഡേറ്റ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. സംതിങ് വെന്റ് റോങ് ഇൻ ദിസ് സ്ട്രൈക്ക്. ആ സ്ട്രൈക്കിൻ്റെ വാല്യുവേഷൻ വരാത്തത് കൊണ്ടാണ്, സ്ട്രൈക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതാ വന്നു. നോക്കൂ, എത്ര മണിക്കാണ്? October 23 വ്യാഴാഴ്ച, ദ വെരി നെക്സ്റ്റ് ഡേ. നോക്കൂ, വ്യാഴാഴ്ച എത്ര മണിക്കാണ്? 2:30 മണി ആയപ്പോഴേക്കും നമ്മൾ 3,400 രൂപ പ്രോഫിറ്റിലേക്ക് വന്നു. സോ വീണ്ടും മുന്നോട്ട് പോവാം. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് നമുക്ക് അറിയത്തില്ല. വീണ്ടും ലോസിലേക്ക് പോയി. വൈകുന്നേരം മാർക്കറ്റ് ക്ലോസിങ്ങിന് മുന്നേ 3:15 മണിക്ക് 5,900. ഇനി റിസ്ക് എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ട്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ പ്രോഫിറ്റിനെ എന്ത് ചെയ്യുന്നു? ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഫർദർ മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 5,900 പ്രോഫിറ്റ്, 5,900 പ്രോഫിറ്റ് ലോക്ക് ചെയ്തു. എന്നാണ് ബുധനാഴ്ച എക്സിക്യൂട്ട് ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും മാർക്കറ്റ് ക്ലോസിങ്ങിനും 15:11 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. 15:30, അതായത് 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. 3:11 ആയപ്പോഴേക്കും നമുക്ക് 5,900 പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് മുന്നോട്ട് അന്നത്തെ ദിവസം തന്നെ മുന്നോട്ട് പോയി നോക്കാം. അന്നേ ദിവസം തന്നെ 5:15 ആയപ്പോൾ അത് 6,000 രൂപ പ്രോഫിറ്റായി. പിന്നെ അത് 4,000 ആയിട്ട് കുറഞ്ഞു. വീണ്ടും 5,400. ദ നെക്സ്റ്റ് ഡേ, സെക്കൻഡ് ഡേ വന്നപ്പോഴേക്കും അത് ഈ വാല്യൂസ്, കാരണം നമ്മൾ ഫാർ ഔട്ട് ഓഫ് ദ മണി പോയിട്ട്, അല്ല കാലണ്ടർ ഇതിൽ നമുക്ക് പോയിട്ട് നമ്മൾ
4 വീക്ക് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മന്ത്ലി എക്സ്പയറിയിലാണ് നമ്മൾ പോയത്. അതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പ്രീമിയംസിൽ കറക്റ്റ് ഡേറ്റ ആ സമയത്ത് കിട്ടാതെ വരുമ്പോഴാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. അല്ലാണ്ട് സ്ട്രാറ്റജിയുടെ കുഴപ്പം കൊണ്ടൊന്നുമില്ല. നമുക്ക് നമ്മുടെ പ്രൈസിലും അതേമാതിരി അവിടെ മൂവ്മെൻറ്റ്സ് നമ്മുടെ P&L അത് കാണിക്കും. പക്ഷേ ഈ ഒരു വിഷയം അവിടെ ഉണ്ടാവാം. ഓക്കെ, ഇവിടെ അതൊന്നും ബോധേഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ പൊസിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും വീണ്ടും വന്നു. വീണ്ടും ഇപ്പോൾ 9,000 rupees പ്രോഫിറ്റ്. വെള്ളിയാഴ്ച ആയപ്പോഴേക്കും അത് 9,000 rupees പ്രോഫിറ്റ്. അതേ വെള്ളിയാഴ്ച 11 മണി ആയപ്പോഴേക്കും വീണ്ടും 11,000 rupees പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റൊക്കെ നിങ്ങൾ നേടണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഒരു റീസണബിൾ ആയിട്ട് നിങ്ങളെ കുഴിയിൽ ചാടിക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ഒരു ഓപ്ഷൻ ട്രേഡറായിട്ട് വളരെ സേഫ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്. പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നവർക്ക്, സ്കില്ലുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നല്ല രീതിയിൽ കപ്പാസിറ്റി ഉള്ളവർ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്കിൽ സെറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം, മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, 7,000, വീണ്ടും 6,000, വീണ്ടും അതേ ഫ്രൈഡേ തന്നെ 5,000, 4,000. പക്ഷേ ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നത് 8,000 rupees പ്രോഫിറ്റ്. പക്ഷേ ഈ ഒരു റേഞ്ചിലൊക്കെ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല പ്രോഫിറ്റ് തരുന്ന സാഹചര്യത്തിൽ വരികയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇതിനോട് അടുക്കലൊക്കെയാണ്. പെട്ടെന്നൊരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഇപ്പോൾ തിരിച്ച് താഴ്പോട്ടേക്ക് മാർക്കറ്റ്. ഇപ്പോൾ അതാണ് ഇത് നോക്കൂ, പേ ഓഫ് ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. മാർക്കറ്റ് മൂവ് ചെയ്താലും, അപ്സൈഡ് മൂവ് ചെയ്താലും, ഡൗൺ സൈഡ് മൂവ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റബിൾ പൊസിഷനിലേക്ക് വരും, ഈക്വലി പ്രോഫിറ്റബിൾ പൊസിഷനിലേക്ക് വരും. പക്ഷേ സൈഡ് വേസിൽ, അതും തീരെ ചോപ്പി ആയിട്ടുള്ള വളരെ ചെറിയ മൂവ്മെന്റ്, ഒരാഴ്ച മുഴുവനും മാർക്കറ്റ് വളരെ ശക്തിയില്ലാതെ കിടന്നാൽ മാത്രമേ ഇത് നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരത്തുള്ളൂ. അതും നമ്മൾ ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് മാക്സിമം 4,000, 5,000 നമുക്ക് നിർത്താനും സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. minutes 11,000 പ്രോഫിറ്റ് വന്നു, 18,000 പ്രോഫിറ്റ് വന്നു, 13,000 പ്രോഫിറ്റ്, 15,000 പ്രോഫിറ്റ്, വീണ്ടും അത് 9,000 വന്നു. സോ എക്സ്പയറി ഡേ ആയോ? നമുക്ക് 28 ആണ് എക്സ്പയറി, വീണ്ടും 27 മൺഡേ. നോക്കൂ, 27 മൺഡേയിലാണ് നിൽക്കുന്നത്. സോ അന്നത്തെ ദിവസം എന്താ അവസ്ഥ? നമുക്ക് ഈ ഓപ്പണിംഗ് ടൈമിൽ ഒരിക്കലും അതിൻ്റെ പ്രശ്നമാണ്. ഓപ്പണിംഗ് ടൈമിൽ കാരണം നമ്മൾ 4th കറണ്ട് എക്സ്പയറിൽ നിന്ന് 4 എക്സ്പയറി തള്ളിയിട്ടുള്ള ലെഗ്സ് ഉള്ളതുകൊണ്ട്, സെല്ലിംഗ് ലെഗ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രോബ്ലം. ഇതാ നോക്കൂ, ലോസിലേക്ക് പോയി. കണ്ട, നമ്മൾ ആ ബുക്ക് ചെയ്യേണ്ട സാഹചര്യം നമ്മൾ കൃത്യമായിട്ട് ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ പെട്ടുപോയത്. അതാണ് വെള്ളിയാഴ്ച വരെ, ബുധൻ തുടങ്ങി വെള്ളി, അതായത് എക്സ്പയറി കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതിനൊരു തീരുമാനമാക്കണം, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, എനിവേ നമ്മൾക്ക് മുന്നോട്ട് പോയി നോക്കാം. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ, എന്താണ് അതിൻ്റെ സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാനിത് ചെക്ക് ചെയ്ത് പോകുന്നത്. കുറച്ച് വീഡിയോ ലെങ്തിയാണ്, നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കാണുക. എത്രയോ റീൽസും അതും ഇതുമൊക്കെ കണ്ട് കളയുന്ന സമയമല്ലേ, നിങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഈ സമയം ഉപയോഗിക്കും. ഇതാ കറക്റ്റ് എക്സ്പയറി ഡേ വന്നു, 9:40 സമയത്ത്. അപ്പോഴും ലോസിൽ തന്നെ 9,000 ലോസ്, 2,300 പ്രോഫിറ്റ്, 2,000, 5,000 അഗെയിൻ പ്രോഫിറ്റ് വന്നു, 6,000 rupees പ്രോഫിറ്റ് വന്നു, 8,000 rupees പ്രോഫിറ്റ് വന്നു. 8,000 നിന്നും വെറും 15 minutes കഴിഞ്ഞപ്പോൾ അത് 4,500 പോയി. 4,000, 2,000, 4,000, വീണ്ടും മൈനസിൽ പോയി, വീണ്ടും 6,000 മൈനസ്, 7,000 മൈനസ്. നോക്കൂ, 1 മണി കഴിഞ്ഞ് 1:15 ആയപ്പോഴേക്കും 8,000 ലോസ്, വീണ്ടും ലോസ്. ഇനി അയ്യോ, ഞാൻ ഇനി പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പറയാൻ വന്നതായിരുന്നു. അപ്പോഴേക്കും വീണ്ടും അത് നേരെ പ്രോഫിറ്റ് പൊസിഷനിലേക്ക് വന്നു. 1,500 പ്രോഫിറ്റ്, 1,900 പ്രോഫിറ്റ്, 3,000 rupees പ്രോഫിറ്റ്. 2:45, 3 മണി ആയപ്പോഴേക്കും 700 rupees പ്രോഫിറ്റ്. 3 മണിക്ക് 700 rupees പ്രോഫിറ്റിൽ നിന്നത് 3:10 ആയപ്പോഴേക്കും 12,000 രൂപ ലോസ്, 14,000 ആയി. ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, കഴിഞ്ഞു. സോ കണ്ടോ ഈ ഒരു സ്ട്രാറ്റജി. പക്ഷേ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സ്കിൽസ് അനുസരിച്ചിട്ട്, നിങ്ങളുടെ എഫിഷ്യൻസി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ ടൈമിംഗ്, നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് എക്സ്പയറി. സോ ഞാനിവിടെ ക്ലിയർ ചെയ്തു. സോ നമ്മളിപ്പോൾ 28th ഇത് കഴിഞ്ഞു.
ഇപ്പോൾ ഓൾറെഡി 4 യെസ്, കാരണം നമ്മൾ ഒക്ടോബറിൽ ഒരാഴ്ച നമുക്ക് പറ്റിയില്ല. ആദ്യത്തെ ആഴ്ച നമുക്ക് 2 ദിവസം ട്രേഡിംഗ് ഡേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ എക്സ്പയറി നമ്മൾ യൂസ് ചെയ്തില്ല. ഒക്ടോബറിൽ അപ്പം നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 3 ട്രേഡ് നമ്മൾ ചെയ്തു. 3 ട്രേഡ് നമ്മൾ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തു. ട്രേഡിൻ്റെ എത്ര എമൗണ്ട്സ്? സോ നോക്കൂ, അതായത് എത്രയാ നമ്മുടെ ടോട്ടൽ? ഫസ്റ്റ് വീക്ക് 6700 പ്രോഫിറ്റ്, സെക്കൻഡ് വീക്ക് 5300 പ്രോഫിറ്റ്, തേർഡ് വീക്ക് 5900 പ്രോഫിറ്റ്. ടോട്ടൽ 17,900 നമ്മൾ പോസിറ്റീവിൽ നമ്മൾ ക്ലോസ് ചെയ്തു. റിട്ടേൺ ഓൺ എ ബേസ്ഡ് ഓൺ 1,50,000 ക്യാപിറ്റൽ ആണെങ്കിൽ നിങ്ങൾക്ക് 11.9% നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. എക്സ്ക്ലൂഡിങ് നമ്മളുടെ എക്സ്പെൻഡിച്ചർ പോയിട്ട് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് തന്നെ അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 17,000 വെച്ചോളൂ, അല്ലെങ്കിൽ 17,500 വെച്ചോളൂ. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കഴിയും. എത്ര പെർസെൻറ്റേജ് ആണ്? 11%. ആദ്യത്തെ മാസം നമുക്ക് എത്ര പെർസെൻറ്റേജ്? 8%. സെക്കൻഡ് മന്ത് ആയപ്പോഴേക്കും അത് 11%. ഇത്രയ്ക്കും നമ്മൾ വളരെ കൺസർവേറ്റീവ് ആയിട്ട് ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയിരുന്ന പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പൊ തന്നെ ഇതിന്റെ ഒരു 4 ഇരട്ടി കൂടുതൽ വന്നേനെ. ബട്ട് നമ്മൾ വളരെ കൺസർവേറ്റീവ് ആയിട്ട് നമ്മൾ നോക്കുക. റിസ്ക് കുറച്ച് രീതിയിലുള്ള നമ്മളുടെ ആക്ടിവിറ്റി ഡിസിപ്ലിൻഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച്, എന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ അച്ചീവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആക്ച്വലി. സോ കംസ് ടു ദി നെക്സ്റ്റ് വീക്ക്. വെനസ്ഡേ ഒക്ടോബർ 29th നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 9:30. ഏതാ എക്സ്പയറി? നവംബർ 4th എക്സ്പയറി. ATM അടുക്കിലേക്ക് വരിക. കോൾ സൈഡിൽ എത്ര? 201 പ്രീമിയം ഉണ്ട്, ATM പ്രീമിയം. അതിനോടനുബന്ധമായിട്ട് തൊട്ടടുത്ത് അടുക്കൽ നിൽക്കുന്ന ഏതെങ്കിലും ഉണ്ടോ പ്രൈസ്? വളരെ റിസ്കി ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, നമുക്കിവിടെ ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു 266 ഒരു കോൾ സൈഡ് ഉണ്ടെങ്കിൽ പുട്ട് സൈഡിൽ ഒരു 250 റേഞ്ചിൽ നിൽക്കുന്നു, 52 നിൽക്കുന്നു. സോ അതല്ല എന്നുണ്ടെങ്കിൽ ബിക്കോസ് ദ വെരി ക്ലോസ് ടു ദി ഈക്വൽ പ്രൈസ് അത് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും നമുക്ക് ഇത് തന്നെ നമുക്ക് ലോക്ക് ചെയ്യാം. 232ഉം 220 നമുക്ക് നോക്കാം. 232ന്റെ കോൾ ഓപ്ഷൻ 2 ലെഗ് നമ്മൾ ബൈ ചെയ്യുന്നു. പുട്ട് ഓപ്ഷൻ അതേമാതിരി 220യുടെ അത് മാത്രമേ ഉള്ളൂ വെരി നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 220യുടെ നമുക്ക് രണ്ട് പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് എന്താ വേണ്ടത്? 4th, 11th, 18th, 25th നവംബർ എക്സ്പയറി ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ചെയിനിൽ 25th നവംബർ എക്സ്പയറിയുടെ ഓപ്ഷൻ എടുക്കുക. ATM അടുക്കൽ വരിക. ATM അടുക്കൽ വന്നിട്ട് ഏതാണ് നിയറസ്റ്റ് പ്രീമിയം അവൈലബിൾ ആണെന്ന് നോക്കുക. 360 ഉണ്ടോ? 340 ഉണ്ട്, 280 ഉണ്ട്, 250 ഉണ്ട്, 272 യെസ് 280യും അല്ല 253 ഉണ്ട്, 250 ഉണ്ട്. അപ്പം അതാണ് കുറച്ചും കൂടെ ബെറ്റർ. 250യുടെ കോൾസ് 53യിൽ ഒരു കോൾ ഓപ്ഷൻ കിടപ്പുണ്ട്, സെല്ല് ചെയ്യുക. 250യുടെ ഒരു പുട്ട് ഓപ്ഷൻ കിടപ്പുണ്ട്, അതിന് ഓരോ ലോട്ട് സെല്ല് ചെയ്യാം. ഓക്കെ, കണ്ടോളൂ, ഓരോ ലോട്ട് സെൽ. ബൈ എത്ര വെച്ച് ലോട്ടാണ്? കോൾ സൈഡിൽ 2 ലോട്ട്, പുട്ട് സൈഡിൽ 2 ലോട്ട്. കോൾ സെല്ല് എത്രയാണ്? കോൾ സൈഡിൽ 1, പുട്ട് സൈഡിൽ 1. ഓക്കെ, സോ വീണ്ടും നമ്മൾ ഓപ്ഷൻ ചെയിൻ നമ്മൾ 4th നവംബറിലേക്ക് കൊണ്ടുവന്നു. ദെൻ നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കാം. 15 മിനിറ്റ്സ് ലോസിലാണ്. 5 മിനിറ്റ്സ് മുന്നോട്ട് പോവാം. 5 മിനിറ്റ്സ് വെച്ച് മുന്നോട്ട് പോകാം. കാരണം ഇത് വളരെ ചെറിയ സമയം കൊണ്ട് പ്രോഫിറ്റ്സ് ഹ്യൂജ് ഡിഫറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് മുന്നോട്ട് നോക്കാം. പ്രോഫിറ്റ് വരുന്ന സിറ്റുവേഷൻ വരെ വെയിറ്റ് ചെയ്യുക. വളരെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ക്ലാരിറ്റി വരാൻ പാകത്തിന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല സ്ക്രീനിങ് റെക്കോർഡ്സ് വരെ ഞാൻ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് സ്ക്രീൻ വരെ നല്ല ക്വാളിറ്റി റെക്കോർഡിങ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്ത്. കഴിഞ്ഞ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റാണ്ട് ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു. ഐ മീൻ ഇൻ ദ സെൻസ് സാർ അത് സ്ക്രീനിൽ റെക്കോർഡഡ് വീഡിയോ കാണാൻ കഴിയുന്നില്ല കറക്റ്റായിരുന്നുള്ളത്. ഇത്തവണ ഞാൻ അതിനും ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എത്രത്തോളം ഔട്ട്പുട്ട് വരുമെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മുടെ ലോസ് 2300 ലോസിലാണ്, 1800 ലോസ്, വീണ്ടും 2400, 2600, 2500. ഇപ്പോഴും നമ്മൾ സെയിം ഡേയിൽ തന്നെയാണ്. സോ നോ പ്രോബ്ലം. നമ്മൾ 5 മിനിറ്റ്സ് വെച്ച് മുന്നോട്ട് പോവാണ്. കാരണം അത്ര സ്ലോയിൽ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഒരിടത്തും നിങ്ങൾക്ക് തെറ്റ് പറ്റാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു ട്രേഡ് എൻവിറോൺമെൻറ്റ് സൃഷ്ടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? 4000, 3000 റേഞ്ചിലേക്ക് പോയി. സെക്കൻഡ് ഡേ വന്നു. അതായത് അല്ല, സെയിം വെനസ്ഡേ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും 2:30 മണി ആയിട്ടേ ഉള്ളൂ. സോ ഇറ്റ്സ് ഗോയിങ് ഓൺ. മുന്നോട്ട് പോകുന്നു. നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ. സാവകാശം നമുക്ക് മുന്നോട്ട് നോക്കാം. ഒന്നും നമുക്ക് ഒരു ടെൻഷനും വേണ്ട. നമുക്ക് മുന്നോട്ട് നീക്കി നോക്കാം.
നോക്കാം. സോ 30th നവംബർ ആയപ്പോൾ മുന്നോട്ട് പോവാം. ഫാസ്റ്റായിട്ട് മുന്നോട്ട്, തീരെ ഫാസ്റ്റ് ആക്കാനും പറ്റത്തില്ല, ബിക്കോസ് ഈ ഡേറ്റാസ് റീഡ് ചെയ്ത് വരേണ്ട സിമുലേറ്റേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ അതിന് കുറച്ച് ഇത് പറയാം, നമുക്ക് 1 by 1 ആയിട്ട്, ക്ലിക്ക് ബൈ ക്ലിക്ക് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. സോ വി ഗോയിങ് അഹെഡ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് 15 minutes സ്പീഡപ്പ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എന്താ നമുക്ക് സംഭവിക്കുന്നത് നോക്കാം. സോ അഗെയിൻ നമ്മളിപ്പോഴും വ്യാഴാഴ്ച നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, സെക്കൻഡ് ഡേ അവസാനിക്കാറായി. ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് ലോസ് ഏതാണ്ട് 5000 രൂപയൊക്കെ കാണിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പറയുക, ഫ്രൈഡേ എത്തുമ്പോഴേക്കും ലോസ് ഫ്രൈഡേ ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ ഫ്രൈഡേ വന്നപ്പോൾ ലോസ് കൂടി. ഇനിയും വച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഒന്നുകൂടെ ഞാൻ വന്നിട്ട് നമ്മൾ തേഴ്സ്ഡേയിൽ തന്നെ മാക്സിമം 315 ആയപ്പോഴത്തേക്കും നമുക്ക് 5000 rupees ലോസ്. ഒന്നും നോക്കണ്ട, നമുക്ക് ക്ലോസ് ചെയ്യാം. ഈവൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടിയാലും കിട്ടിക്കോട്ടെ, പക്ഷെ നമ്മൾ ലോസ് ബുക്ക് ചെയ്യാം. 3-ാം ദിവസം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, പരമാവധി ശ്രമിച്ചു. ഒരു പ്രോഫിറ്റ് പ്രോബബിലിറ്റി കാണാൻ കഴിയുന്നില്ല. മാർക്കറ്റ് അത്രമാത്രം കൺസോളിഡേറ്റഡ് ആയിട്ട് പോകുന്നു. സോ നമ്മൾ ലോസ് ബുക്ക് ചെയ്തു. 5000 rupees നമ്മൾ ലോസ് ബുക്ക് ചെയ്തു. ഏതാണ്, നവംബർ സീരീസിൽ നവംബറിലെ ഫസ്റ്റ് വീക്ക് അല്ലേ, നവംബർ 4 എക്സ്പയറിയിൽ നമ്മൾ എത്ര 5000 ലോസ്. സോ വീണ്ടും നമ്മൾ ക്ലിയർ ചെയ്തു. അടുത്ത എക്സ്പയറി ഏതാന്ന് നോക്കുക. അടുത്ത 4 കഴിഞ്ഞടുത്ത് വെനസ്ഡേ അവധിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ തേഴ്സ്ഡേയിലേക്ക് പോയി. അത് തന്നെ നമുക്ക് റിസ്ക് ഫാക്ടറാണ്. നമുക്ക് പിന്നെ 2 ദിവസമേ ഉള്ളൂ നമുക്ക് ഈ സ്ട്രാറ്റജി, എന്നാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. സോ 11th എക്സ്പയറി 9. ഫാസ്റ്റായിട്ട് പോകാം, കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നു. ഐ എം സോറി. മുന്നോട്ട് പോയി നോക്കാം. ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പറയുന്ന ഷോർട്ട് പീരീഡിൽ കിട്ടേണ്ടുന്ന സ്ട്രൈക്ക് ഏതാണ്, 134 ഉണ്ട്. കുറച്ചും കൂടെ ഹൈ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്ട്രൈക്ക് ചെയ്തത് ഈക്വലായിട്ട്. സോ നോക്കൂ, 164.9 ഉണ്ട്, 168 ഉണ്ട്. സോ നമുക്ക് അത് തന്നെ എടുക്കാം, ബൈ ചെയ്യാം. 2 ലോട്ട്, ദെൻ 168 ബൈ ചെയ്തു, 2 ലോട്ട്. ദെൻ അടുത്തത് 1, 2, 3, 4 ഡിസംബർ 2 എക്സ്പയറി നോക്കുന്നു. അതിൻ്റെ 369, 363. ഓക്കെ, 369 ഒരു കോള് കിടപ്പുണ്ട്, 363 ഒരു പുട്ട് കിടപ്പുണ്ട്. സോ രണ്ടിനും ഓരോ ലോട്ട് സെല്ലും ചെയ്തു. ഓക്കെ, സെല്ല് ചെയ്തു. ലെറ്റ്സ് ഗോ ഫാസ്റ്റർ. നമുക്ക് നോക്കാം. 1200 പ്രോഫിറ്റ്, 700, 300, 1000, 800 ലോസ്, 500, 3000 പ്രോഫിറ്റ് വന്നു കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 3000 വരെ 3800 വരെ പ്രോഫിറ്റ് കാണിച്ചതാണ്. പിന്നീടാണ് അത് താഴ്പോട്ടേക്ക് വന്നത്, പിന്നെ ലോസിലേക്ക് പോയി. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാണ്. ഇപ്പോൾ വീണ്ടും 2900, 2500, 600, 3600 വീണ്ടും ലോയിൽ. ഇങ്ങനെയാ ഇത് ഒരു എന്താ പറയുക, 1600. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഒരു പോയിന്റിന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ P&L അവിടെ മാറുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഞാൻ 15 minutes സ്പീഡപ്പ് ചെയ്ത് മുന്നോട്ട് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അന്നത്തെ ഡേ ക്ലോസ്, സെക്കൻഡ് ഡേ, തേഴ്സ്ഡേ. ഇപ്പോഴും നമ്മൾ അതേ ദിവസം തന്നെയാണ് നിൽക്കുന്നത്. സോ ഫസ്റ്റ് വ്യാഴാഴ്ചയാണല്ലോ നമുക്ക്, കാരണം ബുധനാഴ്ച ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ. നോക്കൂ, വെള്ളിയാഴ്ച രാവിലെ 9:20 ആയപ്പോഴേക്കും 11,000 rupees പ്രോഫിറ്റ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്നത് 9:20 ആണ്, 9:15 അല്ല. 15 കഴിഞ്ഞ് പിന്നെയും 6 minutes നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് ധാരാളം സമയം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സിറ്റ് കൊടുക്കുക. ഞാൻ ഇതാ എക്സിറ്റ്, കാരണം ഇത് നമ്മൾ മാർക്ക് ചെയ്തു 11,800 പ്ലസ് തന്നെയാണ്, മൈനസ് അല്ല. മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മൾ എക്സ്പേർട്സിന് വേണ്ടിയിട്ട് അവർ ഇതിനെ ഇനി കുറച്ചും കൂടെ ട്രെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ 1 minute വെച്ച് മുന്നോട്ട് നീക്കി നോക്കൂ. 14,000 പ്രോഫിറ്റ്, വീണ്ടും 14,000, 9:30ക്കുള്ളിൽ അത് 14 നിന്ന് 12ലേക്ക് വന്നു. വീണ്ടും 13,000, വീണ്ടും 13,000, വീണ്ടും 12,000, 12,000, 13,000, 10,000, 14,000 അഗെയിൻ, വീണ്ടും 15,000, 14,000. ഇനി ഞാൻ കുറച്ച് സ്പീഡപ്പ് ചെയ്ത് പോകാം, കാരണം നമുക്ക് ടൈമില്ല. ഫാസ്റ്റ് ചെയ്ത് പോകാം. 14,000, 10,000, 14,000,
വീണ്ടും 3500 വന്നു, 800 ലോസിലേക്ക് പോയി, വീണ്ടും 2400 ലോസിലേക്ക് പോയി. നമുക്ക് അടുത്ത എക്സ്പയറിയിലേക്ക് പോകാം. നമ്മുടെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തു 11,800. സോ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. മേക്ക് ഇറ്റ് ഫാസ്റ്റർ. സോ നെക്സ്റ്റ് എക്സ്പയറി ഈസ് 12th. അപ്പോഴേക്കും 18th എക്സ്പയറി വന്നു. 9:30, 12th 9:30 ആയി. 12th നവംബർ വെനസ്ഡേ. നോക്കൂ, എക്സ്പയറി എന്താണ്? 18th നവംബർ. ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് 12th നവംബർ. ഏതാ ATMൻ്റെ ഏത് സ്ട്രൈക്കാണ്? ATMൻ്റെ 183 ഒരു സ്ട്രൈക്ക് ഉണ്ട്, 187 പുട്ട് ഓപ്ഷനിലും കിടപ്പുണ്ട്. സോ ദാറ്റ് ഈസ് ഗുഡ്. സോ 2 ലെഗ് ATM ബൈ ചെയ്യുക. അതേമാതിരി ATMൽ ഉള്ളത് കൊണ്ട് ATM ബൈ ചെയ്തു, 183 ബൈ ചെയ്തു. അതേമാതിരി 187 പുട്ട് ഓപ്ഷനും 2 ലെഗ് നമ്മൾ ബൈ ചെയ്തു. ഇനി നേരെ 1, 2, 3, 4th ഡിസംബറിലേക്ക് വരിക, 4th എക്സ്പയറിയിലേക്ക് വരിക. അതിന് നിയർ ബൈ ATM ഏതാ അവൈലബിൾ? 400ൻ്റെ സ്ട്രൈക്കിന് അവൈലബിൾ. നോക്കൂ, 300-നും 305-നും ഓരോ ഇത് കിടപ്പുണ്ട്. സോ ദാറ്റ് ഈസ് ഗുഡ്. അപ്പോൾ 300ൻ്റെ കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുക ഒരു ലോട്ട്, 307ൻ്റെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു, 300ൻ്റെ പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തു, ഓരോ ലോട്ട് സെല്ല് ചെയ്തു. ഇത് തന്നെയാണ് ഇതിൻ്റെ തിയറി എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 5 minutes എന്താ സംഭവിക്കുന്നത്? പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നു. ഞാൻ കുറച്ച് കൂടെ സ്പീഡ് അപ്പ് ചെയ്ത് നോക്കാം, കാരണം നിങ്ങൾക്ക് നമ്മൾ ഏതാണ്ട് സ്ട്രാറ്റജിയെ പറ്റി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ അല്ലെങ്കിൽ ഇത് നിർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ തിയറി ഒന്നും കൂടെ നമുക്ക് റിവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ എന്തായാലും ഈ ഒരു ഇതും കൂടെ നോക്കാം. നവംബർ എൻഡ് വരെ ഇനി ഒരു 2 ലെഗും കൂടെ അല്ലേ ഉള്ളൂ. നമുക്ക് നവംബർ എൻഡ് വരെയുള്ള എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. 13th നമുക്ക് 4,000 റുപ്പീസ് ഇപ്പോൾ തന്നെ 4,000 റേഞ്ചേ വന്നിട്ടുള്ളൂ. ഇപ്പോഴും വ്യാഴാഴ്ചയിൽ തന്നെയാണ് നിൽക്കുന്നത്, നമുക്ക് സെക്കൻഡ് ഡേ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് നോട്ട് ബാഡ്. 200 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. വ്യാഴാഴ്ച തന്നെ വ്യാഴാഴ്ച എപ്പോഴും നമ്മൾ വ്യാഴാഴ്ചയിൽ നിന്ന് കടന്നിട്ടില്ല. സോ ഗോയിങ് ഓൺ സ്മൂത്ത്ലി, ഗോയിങ് ഗുഡ്. ഫ്രൈഡേ വന്നു, ഇനി സൂക്ഷിക്കുക. നമ്മൾ വെള്ളിയാഴ്ച വന്നു, വെള്ളിയാഴ്ച 10 മണിയോടുകൂടി തന്നെ ലോസ് എത്രയാ? 3,700 ലോസ് നിൽക്കുകയാണ്. ബെറ്റർ നിങ്ങൾ ബുക്ക് ചെയ്യുക, ലോസ് ബുക്ക് ചെയ്യുക. ഞാനിവിടെ ലോസ് ബുക്ക് ചെയ്തു 3,700, 780 ഉണ്ട്, 3,700 ലോസ് ഞാൻ ബുക്ക് ചെയ്തു. ഓക്കെ, ഇത് ലോസ്. ഇനി നിങ്ങൾ മുന്നോട്ട് പോയി നോക്കൂ, എന്താ സംഭവിക്കുന്നത് അറിയില്ലല്ലോ. 1,800 വരെ ലോസ് കുറഞ്ഞു, വീണ്ടും അത് 6,000 പോയി. കണ്ടോ, മുന്നോട്ട് പോകും തോറും ഹെവി ലോസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഹെവിയസ്റ്റ് ലോസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ച് ഗെയിനിലേക്ക് വരാം. പക്ഷെ റിസ്ക് എടുക്കുന്നത് നിങ്ങൾ കുറയ്ക്കുക. 3-ാം ദിവസവും നമുക്ക് വലിയ ലാഭം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി അത് ക്ലോസിങ് ചെയ്യേണ്ടതാണ്, ലോസ് ബുക്ക് ചെയ്യേണ്ടത് തന്നെയാണെന്നുള്ള വിഷയം നിങ്ങൾ ഓർക്കണം. അതിനിടയ്ക്ക് മിറാക്കിൾസ് സംഭവിക്കുന്നത് വളരെ റെയറായിരിക്കും. നമ്മൾ ഒരിക്കലും ചാൻസ് എടുക്കരുത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം സെയിങ്. ഇതാ നോക്കൂ, അതിൻ്റെ അടുത്ത ദിവസം കഴിയുമ്പോൾ തിങ്കളാഴ്ച ആയപ്പോൾ 12,000 ലോസിലേക്ക് പോയി, 11,000, 13,000 ലോസിലേക്ക് പോയി. സോ ഇങ്ങനെ അങ്ങ് ലോസിലേക്ക് കൂടി പോകും. നമ്മൾ എന്ത് ചെയ്യുക? ആ വീക്ക് നമ്മൾ ഡീസൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ലോസ് ബുക്ക് ചെയ്യുക. നമ്മുടെ ലോസ് എത്രയാണ്? 3,700 ലോസ് ബുക്ക് ചെയ്തു. സോ നെക്സ്റ്റ് എക്സ്പയറി എടുത്തു, ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് എക്സ്പയറി എപ്പോഴാണ്? വെനസ്ഡേ 19th വരുമ്പോഴേക്കും 25th എക്സ്പയറി, നവംബർ ലാസ്റ്റ് എക്സ്പയറിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മന്ത്ലി എക്സ്പയറിയിലേക്ക് കടന്നു. 9:30 നമ്മൾ എടുത്തു. 9:30 എത്രയാ? 166 ഒരു സ്ട്രൈക്ക് ഉണ്ട്, 154, ദെൻ അഗെയിൻ 190. കുറച്ചുകൂടെ കൂടുതൽ പ്രീമിയം ഉള്ളതിലേക്ക് നമുക്ക് നോക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. 228 ഉണ്ട്, 200 ഉണ്ട്, 262, 277, 298 ഇല്ല. സോ ഓൾമോസ്റ്റ് നിയർ ബൈ എന്ന് പറയുന്നത് നമുക്ക് ഏതാ? 228-നും 211 നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, സോ 228-ൻ്റെയും 211-ൻ്റെയും നമുക്ക് വേറെ നിവർത്തിയില്ല. നമുക്ക് വേറെ നിയർ ബൈ പ്രീമിയം ഉള്ളതില്ല. ദെൻ കംസ് ടു 1, 2, 3, 4 ഇവിടെ വന്നു. ഇതിന് അടുക്കലായിട്ട് ഏതെങ്കിലും ഉണ്ടോ? 293-യുടെ ഒരു 307-ൻ്റെ ഒരു കോൾ ഓപ്ഷൻ കിടപ്പുണ്ട്, 309-ൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ കിടപ്പുണ്ട്. രണ്ടും ഓരോ ലെഗ് നമ്മൾ സെല്ലും ചെയ്തു. മാർജിൻ റിക്വയർമെൻറ്റ് എത്രയാണ്? 1,47,000. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫാസ്റ്റായിട്ട്, കുറച്ചുകൂടെ ഫാസ്റ്റ്. ഇതിനിടയിൽ ഫാസ്റ്റായിട്ടില്ല, കുറച്ച് നോക്കാം. പ്രോഫിറ്റിലാണ്, ലോസ്.
മുന്നോട്ട് പോവാണ്. സെയിം ഡേ തന്നെ വെനസ്ഡേ തേഴ്സ്ഡേ വന്നപ്പോഴേക്കും വീണ്ടും നമ്മൾ പ്രോഫിറ്റ് തന്നെയാണ്, പക്ഷെ ചെറിയ പ്രോഫിറ്റ് ഉള്ളൂ. പ്രോഫിറ്റ് മെല്ലെ കൂടി വരുന്നുണ്ട്. 3500 ആയി, 800, 3700, 3000. ഇപ്പോൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന്റെ 3.5% 6,700 പ്രോഫിറ്റ്. വെരി കെയർഫുൾ. സമയം എത്രയാ? 1:30 മണി എന്നാണ് വ്യാഴാഴ്ച. നെക്സ്റ്റ് ഡേ നമുക്ക് 6,700 പ്രോഫിറ്റ് വന്നു. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ നോക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ പോലും 7,000 റുപ്പീസ് ഇപ്പോൾ വീണ്ടും പ്രോഫിറ്റ്. വീണ്ടും 6,900 വന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഡീസൻ്റ് ആയിട്ട് ആ പ്രോഫിറ്റ് അങ്ങ് ബുക്ക് ചെയ്യാം. 6,900. ഓക്കെ. സോ 2 ലോസ് 2 പ്രോഫിറ്റാണ് ഈ ആഴ്ച നമ്മൾ ബുക്ക് ചെയ്തത്. കണ്ടിന്യൂറ്റി നമ്മളൊന്ന് മുന്നോട്ട് നീക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. 8,000 ആയി, ദെൻ അഗെയിൻ 8,000, വീണ്ടും അതാ 4,000ലേക്ക് കുറഞ്ഞു, വീണ്ടും മൈനസിലേക്ക് പോയി. ദെൻ നെക്സ്റ്റ് ഡേ എപ്പോഴും ഫ്രൈഡേയിൽ അന്നത്തെ ദിവസത്തെ മാക്സിമം നോക്കൂ, കണ്ടോ വീണ്ടും ആ ലോസിലേക്കാണ് പോയത്. നമ്മൾ കറക്റ്റായിട്ട് ഭാഗ്യത്തിന് 6,900 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 9,000 ലോസ്, വീണ്ടും അത് 2,000 ലോസ്, 9,000. നോക്കൂ, ഇതാണ് ഹ്യൂജ് വോളറ്റിലിറ്റി ആയിരിക്കും. എന്ത് ബേസ്ഡ് ഓൺ ഇതിൻ്റെ തീറ്റ ഡിക്കെയും ഈ ഒരു സ്ട്രാറ്റജിയുടെ മെയിൻ പ്ലസ്സും മൈനസും ഇത് തന്നെയാണ്. ചെറിയ ലോസിൽ നിന്നും പെട്ടെന്ന് വലിയ പ്രോഫിറ്റിലേക്കും പോകാൻ സാധിക്കും, ചെറിയ ലോസിൽ നിന്നും ഭീകരമായിട്ടുള്ള ലോസിലേക്കും പോകാനും ഇത് നമ്മളെ കൊണ്ടെത്തിക്കാനും ചെയ്യും. നോക്കൂ, 10,000 റുപ്പീസ് ലോസ്. അത് മൺഡേ ആയപ്പോഴേക്ക് ഇനി നോക്കാനേ ഇല്ല. ഇനിയിപ്പോൾ ഇതിൽ കൂടി പോകത്തേ ഉള്ളൂ ലോസ്. പക്ഷെ നമുക്ക് ഇനഫ് ടൈം കിട്ടും. നമുക്ക് ഈ 3 ദിവസത്തിനുള്ളിൽ ഇതിപ്പോൾ ഓടിച്ച് പോകുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നോക്കുന്നു, നമുക്ക് നിർത്താം. ഇനി ഡിസംബർ ഇനി ആകെ നമുക്ക് ഒരാഴ്ചത്തേയും കൂടെ നോക്കാനുള്ളൂ. സോ അത് നിങ്ങളൊന്ന് ശ്രമം നോക്കൂ. നമ്മൾ കഴിഞ്ഞ 3 മാസത്തെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസത്തെ ഓവറോൾ ഇതും കൂടെ ഇനി നോക്കാനുണ്ട്. നോക്കൂ, നവംബറിൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. നവംബർ എൻ്റെ എക്സ്പയറിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആദ്യം നമ്മൾ 5,000 ലോസ് ബുക്ക് ചെയ്തു, രണ്ടാമത് 11,800 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, മൂന്നാമത് 3,700 രൂപ ലോസ് ബുക്ക് ചെയ്തു, നാലാമത് 6,900 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓവറോൾ 4 ആഴ്ചത്തെ റിസൾട്ട് എത്രയാണ്? 10,000 റുപ്പീസ് പ്രോഫിറ്റ്. ഇൻവെസ്റ്റഡ് നമുക്ക് റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണ്? 1,50,000 ആണ് നമുക്ക് ആവറേജ് റിക്വയർഡ് ക്യാപിറ്റൽ ഫോർ ദിസ് സ്ട്രാറ്റജി. ടോട്ടൽ അതിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ആണ്? 6.6%. സോ ഫ്രം നമുക്ക് ഈ 3 മാസത്തെ ഓവറോൾ പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം. അപ്രോക്സിമേറ്റ്ലി 1.5 ലാക്സ് തന്നെയാണ് നമ്മളുടെ. കാരണം ഈ ഒരു മാറിയ എക്സ്പയറി പീരീഡ് മുതലും 75 ലോട്ട്സ് ബേസിസിൽ തന്നെയാണ് ഈ 3 മാസത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ മന്ത് നമ്മളുടെ പ്രോഫിറ്റ് എത്രയാണ്? 12,000. അത് സെപ്റ്റംബർ മാസത്തെ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI എത്രയാണ്? 8%. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ മന്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? 17,900 മന്ത്ലി ഓവറോൾ പ്രോഫിറ്റ്. പെർസെൻറ്റേജ് എത്രയാണ്? 11.9% നമുക്ക് പ്രോഫിറ്റ്. അടുത്തത് നവംബർ മന്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? 10,000 റുപ്പീസ് ഓവറോൾ പ്രോഫിറ്റ്. അതിൻ്റെ നമ്മളുടെ പെർസെൻറ്റേജ് എത്രയാണ്? 6.6%. സോ ഓവറോൾ 3 മന്ത്സും കൂടി നമുക്ക് ടോട്ടൽ പെർസെൻറ്റേജ് വൈസ് എത്രയാണ്? ടോട്ടൽ 8% പ്ലസ് 11.9% പ്ലസ് 6.6%, 26%. 3 മന്ത്സിൽ 1,50,000ൻ്റെ 26%. അതെത്രയാണ്? 1,50,000 ഇൻറ്റു 26/100 എത്രയാണ്? 39,000 റുപ്പീസ്. 1.5 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത് എത്രയാണ്? 39,000 റുപ്പീസ്. അതായത് ടോട്ടലി 26%. നോക്കൂ, 1.5 ലക്ഷം ക്യാപിറ്റലിൽ നമുക്ക് 26% നമുക്ക് ലഭിച്ചു കേട്ടോ. സോ ഇനി കം ടു അവർ മെയിൻ പിക്ചർ. എന്താ നമ്മൾ ഇതിൻ്റെ സ്ട്രാറ്റജി എന്താണ്? വെനസ്ഡേ, അതായത് എക്സ്പയറി ഡേ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ നമ്മൾ വെനസ്ഡേ നമ്മൾ എടുക്കുന്നു. ഏത് എക്സ്പയറി ആണോ, ഇപ്പോൾ നിഫ്റ്റിയിൽ ഇനി വരും കാലത്ത് മാറ്റം വരികയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എക്സ്പയറി ഡേ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം, വെനസ്ഡേ എന്നൊരു അല്ല, എക്സ്പയറി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം 9:30 to 9:45 സമയം ലോക്ക് ചെയ്യുക. ATMൻ്റെ ആ വീക്കിൻ്റെ വീക്ക് എക്സ്പയറി ആദ്യം സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ചെയിൻ എടുക്കുക. ഓപ്ഷൻ ചെയിനിൽ നിന്നും
കോൾ ഓപ്ഷൻ്റെ ATMൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കുക. 200, 180, 200 ആൻഡ് എബോവ് വരുന്ന ഒരു പ്രീമിയം സെലക്ട് ചെയ്യുക. അപ്രോക്സിമേറ്റ്ലി പ്രീമിയം നോക്കുക. അതിനോട് അടുത്ത് നിൽക്കുന്ന പുട്ട് സൈഡിലുള്ള, ഇപ്പോൾ നിങ്ങൾ 200 റുപ്പീസിൻ്റെ അല്ലെങ്കിൽ 212 റുപ്പീസിൻ്റെ കോൾ സൈഡ് പ്രീമിയം അത് ATMൻ്റെ അടുക്കൽ 1-2 സ്ട്രൈക്കിന് മുന്നോട്ടോ പിന്നോട്ടോ നിൽക്കുന്നതാണെങ്കിൽ ഒരു 200, 220 ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കോൾ സൈഡിലെ പ്രീമിയം ഉള്ളത് ഒരു സ്ട്രൈക്ക്, അത് ഏതോ ആയിക്കോട്ടെ, ഇൻ ദ മണി, അറ്റ് ദ മണി ഓർ ഔട്ട് ഓഫ് ദ മണി, ഏതോ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾ ആ ഒരു സ്ട്രൈക്ക്, 2 സ്ട്രൈക്കിൽ എന്താ ചെയ്യുക? ബൈ ചെയ്യുക. ഓപ്ഷൻ 2 ലെഗ് ബൈ ചെയ്യുക. ഓക്കെ, ഈ സ്ട്രാറ്റജിയെ പറ്റിയാണ് ഞാൻ വിവരിക്കുന്നത്. നിങ്ങൾ ബൈ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ സ്ട്രാറ്റജിയുടെ മെത്തഡോളജി, പ്ലോട്ട് ചെയ്യേണ്ട മെത്തഡോളജി, എന്നിട്ട് ആ എക്സ്പയറി ഉൾപ്പെടെയുള്ള കാൽക്കുലേറ്റ് ചെയ്യുക. ഏതാ ആ വീക്ക് എക്സ്പയറി, അടുത്തത്, അതിൻ്റെ അടുത്തത്, മൊത്തം 4 എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ ചെയിൻ എടുക്കുക, എക്സ്പയറി എടുക്കുക. അവിടുത്തെ ATMൽ നിൽക്കുന്ന ഇതേമാതിരി ഡിഫറൻസസ്, പ്രീമിയത്തിന് രണ്ടും ഈക്വലിനോട് അടുത്ത് നിൽക്കുന്ന പ്രീമിയംസിൻ്റെ കോൾ സൈഡിലെ ഒരു ലെഗ് സെല് ചെയ്യുക, പുട്ട് സൈഡിലെ ഒരു ലെഗ് സെല് ചെയ്യുക. കഴിഞ്ഞു സ്ട്രാറ്റജി. എന്നിട്ട് എന്താണ് അടുത്തത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? 3 ദിവസം മാക്സിമം ഈ സ്ട്രാറ്റജി 3-ാം ദിവസത്തിന് മേളിൽ കൊണ്ടുപോകരുത്. നമുക്ക് ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ഇനി ലോസ് ആണെങ്കിലോ പരമാവധി ആദ്യത്തെ ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം രാവിലെയൊക്കെ അറൗണ്ട് നമുക്കൊരു 3000, 4000 റേഞ്ചിലൊക്കെ ആയിരിക്കും ഉറപ്പായിട്ട് ലോസ് നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്നത്. അങ്ങനത്തെ കേസാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കരുത്, ലോസ് ബുക്ക് ചെയ്ത് മാറുക. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ അതേമാതിരി 3rd ഡേ അല്ലെങ്കിൽ 2nd ഡേ ഓർ 3rd ഡേ ഹ്യൂജ് പ്രോഫിറ്റ് അറൗണ്ട് 10,000 ഒക്കെ മേളിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ 5,000 മേളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ മിനിറ്റും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നോക്കിയിട്ട് പരമാവധി അതിൽ നിന്ന് മാക്സിമം എത്ര നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് ചെറിയൊരു ഡിഫറൻസ് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ സ്ട്രാറ്റജിയുടെ ഒരു ലെവൽസ്. സോ ഇനി അടുത്തെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഒരു AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് നിഫ്റ്റി പലർക്കും നമ്മളിപ്പോൾ ഇതൊരു വീക്ക്ലി സ്ട്രാറ്റജി ആണല്ലോ അല്ലേ? ഈ വീക്ക്ലി സ്ട്രാറ്റജിയിൽ നിഫ്റ്റി എങ്ങോട്ട് പോകുമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലല്ലേ നമ്മൾ ഈ സ്ട്രാറ്റജി നോക്കുന്നത്. അതല്ലാണ്ട് നിങ്ങൾ ഒരു ടെക്നിക്കലും ഫണ്ടമെൻ്റൽ നോളജ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് AI ഉപയോഗിച്ചിട്ട് ഞാനൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ചിട്ടയോടുകൂടി വലിയ എക്സ്പേർട്സൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെ തന്നെയാണ് വളരെയധികം വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ഒരുപാട് ഡിഫൈൻ ചെയ്തെല്ലാം പക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ തരാം. അത് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഈ പറയുന്ന 9:30 അല്ലെങ്കിൽ 9:14 ജസ്റ്റ് നമ്മൾ ആ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ AI അപ്ലോഡ് ചെയ്യുക. ഏത് AI യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൽ അപ്ലോഡ് ചെയ്യുക. അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ റിസർച്ച് അത് തന്നെ പക്കയായിട്ട് നമുക്ക് അടുത്ത് വരാൻ പോകുന്ന ഒരാഴ്ചത്തേക്ക് നിഫ്റ്റി എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്, ഈ എക്സ്പയറി ടു നെക്സ്റ്റ് എക്സ്പയറി എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടായിരിക്കും, ഏത് ഓപ്ഷൻ ബൈ ചെയ്താൽ, കോളാണോ പുട്ടാണോ, ഏത് ഇത് ബൈ ചെയ്താൽ നമുക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്, ഇപ്പം നിൽക്കുന്ന ATMൽ നിന്നും എത്രത്തോളം മുകളിലേക്ക്, എത്ര പെർസെൻറ്റേജ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, എത്ര പെർസെൻറ്റേജ് സൈഡ് വേസിൽ നിൽക്കാൻ സാധ്യതയുണ്ട്, എത്ര പെർസെൻറ്റേജ് ഡൗണിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു പരിധി വരെ, അതും കഴിഞ്ഞ 3-4 വീക്കായിട്ട് ടെസ്റ്റിംഗ് ദാറ്റ് വൺ ഇൻ പേപ്പർ മോഡ്. സോ അതിലും റിസൾട്ട് 100% പക്ക റെഡിയാണ്. ഓക്കെ, സോ ആ ഒരു സാധനം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതാണ്. സോ റൈറ്റ് നൗ ഐ എം സൈനിങ് ഓഫ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങളിത് തറവായിട്ട് പഠിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ വളരെയധികം ഓരോന്നും റിസർച്ച്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോസും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭാവനകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാം. എൻ്റെ QR കോഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. ഓക്കെ, അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ലെവൽസ് ഒന്നും നോക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ളത്. ഓക്കെ, താങ്ക് യു, ബൈ.